ഓക്കെ, നമസ്കാരം എല്ലാവർക്കും. ജോയിൻ ചെയ്ത എല്ലാവർക്കും വളരെ ഒരു ഹൃദ്യമായ ഈവനിങ് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ സെഷനിലേക്ക് കടക്കാം. നല്ലൊരു സെഷൻ നമുക്ക് സമ്മാനിക്കാൻ പോകുന്ന ഉമാദേവി മേഡത്തിന് ആദ്യമായി നന്ദി അറിയിക്കുന്നു. മേഡം മുന്നോട്ട് വന്നു പറഞ്ഞു, ഇതുപോലെ ടീച്ചേഴ്സിന് സംശയമുണ്ടാവും ചില പാഠങ്ങളിലൊക്കെ. അപ്പൊ നമ്മളങ്ങനെ ഒരു തീരുമാനം എടുത്തു. നമുക്ക് പാഠ അവലോകനം നടത്തി അതുമായിട്ട് ബന്ധപ്പെട്ട മൂല്യനിർണ്ണയം എങ്ങനെയായിരിക്കും, എത്ര മാർക്സ് ആണ്, എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്, അതൊക്കെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അപ്പം നന്ദി ഉമാദേവി മാം. അതോടൊപ്പം നമ്മുടെ കൂടെ വളരെ പ്രഗത്ഭരായ രണ്ട് മലയാളം അധ്യാപകർ നമ്മുടെ വഴികാട്ടിയായി എപ്പോഴും കൂടെയുണ്ട്, മുരളി സാറും മോഹൻദാസ് സാറും. രണ്ടുപേർക്കും ഹൃദ്യമായ സ്വാഗതം. ഒപ്പം ബിജു സാറിനും ശ്രീ ചിത്ര പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പളായ ബിജു സാറിനും സ്വാഗതം അരുളുന്നു. ഒപ്പം ചേർന്ന എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മുരളി സാറിന്റെയും മോഹൻദാസ് സാറിന്റെയും അനുഗ്രഹം വാങ്ങിക്കാനുണ്ട്. അപ്പം അവരോട്, മുരളി സാറിനോട് ആദ്യം രണ്ടു വാക്ക് സംസാരിക്കാൻ, ആശംസ അർപ്പിക്കാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. മുരളി സാർ, പ്ലീസ്, ഓവർ ടു യു. നമസ്കാരം സാർ. വളരെ ഈ എക്സ്ട്രാ മൈൽസിന്റെ ഒപ്പം മലയാളവും എക്സ്ട്രാ മൈലിൽ തന്നെ ഇപ്രാവശ്യം പോവാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു വലിയ സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇത്തിരി കുറവായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മൾ അടുത്തടുത്ത് ഇനിയും വരുന്നുണ്ട്. സാറിനറിയാം, സാറ് തന്നെയാണ് അതിന്റെ എന്താ പറയുക നേതൃത്വത്തിലുള്ളത്. അപ്പോ കൂടുതൽ കൂടുതൽ ഈ ടീച്ചേഴ്സിനെ സഹായിക്കുന്ന സെഷൻസ് നമുക്ക് വെക്കാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് സാറ് ഒരുക്കി തരുന്ന അവസരം അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വളരെ പ്രഗത്ഭമതികളായ ടീച്ചേഴ്സിനെയും നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഞാനിവിടെ ഗുരുവായൂരപ്പന്റെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു അനുഗ്രഹം കൂടി നമുക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് 10ാം ക്ലാസ്സിലെ പുതിയ ലെസൺസിന് കുറച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, എന്നാൽ എല്ലാ പാഠങ്ങളെയും അവലോകനം ചെയ്യുന്ന ഒരു ക്ലാസ് ആണെന്നുള്ളത്. ഉമാദേവി ടീച്ചറുടെ ക്ലാസ് നമുക്ക് പരിചയമുള്ളതാണ്. വളരെ 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 നന്നായി നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടീച്ചർ നമുക്ക് കിട്ടിയതിൽ നമ്മൾ വളരെ എന്താ പറയുക സൗഭാഗ്യമുള്ളവരാണ്. ഇനിയും വരുന്നവരും അത്തരത്തിൽ തന്നെ ആയിരിക്കും. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഏറ്റവും നല്ലതായി തീരട്ടെ, എല്ലാ ടീച്ചേഴ്സിനും അത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ആ ക്ലാസിന്റെ വിജയത്തിന് വേണ്ടി ആശംസിക്കുന്നു. ഒപ്പം മോഹൻദാസ് സാറിനോടും ബിജു സാറിനോടും ഉമാ ദേവി മാമിനോടും ഒക്കെ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. അങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്നതിലുള്ള സന്തോഷം വീണ്ടും വീണ്ടും വലിയ ആഹ്ലാദമാണ് മനസ്സിന് നൽകുന്നത്. മലയാളം ടീച്ചേഴ്സിനെ കൂടുതൽ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതെ, തീർച്ചയായും സാർ. നന്ദി. സാറിന്റെ അനുഗ്രഹത്തിനും ആശംസയ്ക്കും. അതുപോലെ നമ്മുടെ മോഹൻദാസ് സാറിന്റെ ആശംസ അത്യാവശ്യമാണ്. മോഹൻദാസ് സാർ, ഓവർ ടു യു. താങ്ക് യു സർ. അപ്പോ എക്സാം മെയിനിന്റെ അടുത്ത ഒരു സംരംഭമാണ്, അല്ലെങ്കിൽ അടുത്ത ഒരു എപ്പിസോഡ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സലാം സാറിനും ബിജു സാറിനും അതുപോലെ മുരളി സാറിനും ഉമാദേവി ടീച്ചർക്കും ആശംസകൾ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇന്ന് ഈ പാഠാവലോകനവും അതുപോലെ മൂല്യനിർണ്ണയവും അത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ആവശ്യമുള്ള ഒന്നാണ്, പ്രയോജനകരമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു സംരംഭം ഇത്തവണ നമ്മൾ തുടങ്ങി വെച്ചത് വളരെ നന്നായിട്ടുണ്ട്. മുരളി സാർ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം നമുക്ക് ചില കാര്യങ്ങളിലൊന്നും മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ എക്സ്ട്രാ മൈലിനോടൊപ്പമോ അതിന് മുന്നോട്ടോ ഉള്ള പോക്കാണ് മലയാളത്തിന്റെ കാണുന്നത്. കാര്യം ഇനി തുടർച്ചയായി ക്ലാസ്സുകൾ നൽകാമെന്ന് സലാം സാർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രഗത്ഭരായ ഒരുപാട് അധ്യാപകർ നമ്മളോടൊപ്പമുണ്ട്. അവർക്ക് അവസരം കൊടുക്കുവാൻ വേണ്ടി നമ്മളെപ്പോഴും ബാധ്യസ്ഥരാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ പുതിയ അധ്യാപകർ അധ്യാപികമാരെ നമ്മൾ ഈ വേദിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. എന്തായാലും ഉമാദേവി ടീച്ചറെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ടീച്ചറും വളരെ പരിണതപ്രജ്ഞയായ ഒരു അധ്യാപികയാണ്. മാത്രമല്ല CBSEയുടെ റിസോഴ്സ് പേഴ്സണായിട്ടൊക്കെ ഇരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ ആഴത്തിലുള്ള അറിവ്, പ്രധാനമായിട്ട് ഇപ്പൊ വിദേശത്തൊക്കെ അധ്യാപകരായി നിൽക്കുന്നവർക്ക് ഇതുമായി കൂടുതൽ ബന്ധമുണ്ടാവില്ല. CBSEയുടെ
മൂല്യനിർണ്ണയവും അതുമായിട്ട് ആ ക്യാമ്പിലൊന്നും പോയുള്ള പരിചയമുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഇത് വളരെ പ്രയോജനം ചെയ്യും. അപ്പൊ അതുകൊണ്ട് ടീച്ചർക്ക് പ്രത്യേകം ഇങ്ങനെ ഒരു ഭാഗം തിരഞ്ഞെടുത്തതിൽ പ്രത്യേക അഭിനന്ദനം പറയുന്നു. നന്ദി, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. വളരെ നന്ദി സാർ, മോഹൻദാസ് സാർ. ആൻഡ് നമുക്ക് ബിജു സാറിന്റെ 2 വാക്ക് കേട്ടിട്ട് ബിജു സാറിനെ ഞാൻ ഉമാദേവി മേഡത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു സർ. ആദരണീയനായ പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ സലാം സർ, മുരളി മംഗലത്ത് സർ, മോഹൻദാസ് സർ, ഇന്നത്തെ പ്രോഗ്രാം ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ഉമാദേവി മാം, ഇന്ന് സന്നിഹിതരായിരിക്കുന്ന എല്ലാ മലയാളം അധ്യാപകരും അധ്യാപികമാരും, ഒരു വളരെ നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് വളരെ പ്രയോജനകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ബോർഡ് എക്സാമിനേഷൻ ഇപ്പം ഒരു മാസം മുന്നോട്ടാക്കിയല്ലോ. ഫെബ്രുവരിയിലാണല്ലോ നമ്മളുടെ ഫസ്റ്റ് എക്സാം വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മളുടെ ഓരോ പാഠഭാഗങ്ങളും വളരെ പെട്ടെന്ന് തീർക്കണം. അതിനെ എല്ലാ ടീച്ചേഴ്സിനെയും നമുക്ക് വളരെ നല്ല രീതിയിൽ എക്വിപ്പ് ചെയ്തെടുക്കണം. അപ്പം വ്യാകരണത്തിന് എത്ര പ്രസക്തി കൊടുക്കണം, ഏതൊക്കെ ഏരിയയിലാണ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതുപോലെ ഏതൊക്കെ പാഠഭാഗങ്ങൾ നമ്മൾ കൂടുതൽ മൂല്യം കൊടുക്കണം എന്നിങ്ങനെ ഒട്ടനവധി നമുക്ക് കാര്യങ്ങളുണ്ട്. അപ്പം ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ ക്ലാസ്സും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇനിയും വരും ദിവസങ്ങളിൽ ഈ 50 എന്നുള്ള ഒരു നമ്പർ മാറി ഒരു 300-ലോട്ട് വരണം നമുക്ക്. എന്നാലേ നമ്മളുടെ മാർക്ക് നമുക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. താങ്ക് യു സർ. സാറ് മേഡത്തെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. ഓ തീർച്ചയായും. ഉമാദേവി CP 27 വർഷത്തിലധികം നീണ്ടുനിന്ന മഹത്തായ കരിയറിൽ ഉമാദേവി CP കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് മികവിന്റെ ഒരു ദീപസ്തംഭമായി നിലകൊള്ളുന്നു. അധ്യാപനശാസ്ത്രം, ഭാഷ, സാഹിത്യ ആവിഷ്കാരം എന്നിവയോടുള്ള അവരുടെ നിരന്തരമായ പ്രതിബദ്ധത ഒരു അധ്യാപിക, കവി എന്നീ നിലകളിൽ അവർക്ക് അംഗീകാരം നേടിക്കൊടുത്തു. കഴിഞ്ഞ 10 വർഷമായി സഹോദയ റിസോഴ്സ് പേഴ്സണായി സേവനമനുഷ്ഠിക്കുന്നു. സ്കൂളുകളിലുടനീളം സഹകരണപരമായ പഠനത്തിനും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കും വേണ്ടി വാദിക്കുന്നു. CBSE മലയാളം ശേഷി വികസന പരിപാടിയുടെ പൈലറ്റ് പരിശീലൻ റിസോഴ്സ് പേഴ്സണായി സേവനമനുഷ്ഠിച്ചു. മെച്ചപ്പെട്ട ഭാഷാ പഠനരീതിശാസ്ത്രത്തിന് വഴിയൊരുക്കി. കോൺഫെഡറേഷൻ ഓഫ് കേരള സഹോദയ കോംപ്ലക്സിന്റെ റിസോഴ്സ് പേഴ്സണായി സജീവമായി പ്രവർത്തിക്കുന്നു. പാഠ്യപദ്ധതി നവീകരണത്തിലും അധ്യാപക ശാക്തീകരണത്തിലും തന്റെ വൈദഗ്ധ്യം പങ്കുവയ്ക്കുന്നു. അക്കാദമിക് സമഗ്രതയും മികവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തുടർച്ചയായി 5 വർഷം CBSE ബോർഡ് പരീക്ഷകളുടെ ഹെഡ് എക്സാമിനറായി നിയമിതനായി. ഊർജ്ജസ്വലയായ പ്രഭാഷകയും അവതാരകയുമായ ഉമാദേവി അക്കാദമിക് വർക്ക്ഷോപ്പുകൾ, അധ്യാപക പരിശീലന സെഷനുകൾ, സഹോദയ കോൺഫറൻസുകൾ എന്നിവയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ചിന്തയിലെ വ്യക്തതയും പുരോഗതിയോടുള്ള സമർപ്പണവും കൊണ്ട് അധ്യാപകരെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു. ക്ലാസ് മുറിക്കപ്പുറം ഉമാദേവി CP തന്റെ സർഗാത്മകമായ ആത്മാവിനെ കവിതയിലൂടെ അവതരിപ്പിക്കുന്നു. കരയുന്ന പാറകൾ എന്ന മലയാള കവിതാസമാഹാരത്തിന്റെ അഭിമാനകരമായ രചയിതാവാണ് അവർ. വൈകാരിക ആഴത്തിന്റെയും ഗാനരചനാ സൗന്ദര്യത്തിന്റെയും ആകർഷകമായ പര്യവേക്ഷണം. ശ്രീമതി ഉമാദേവിക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. താങ്ക് യു. ഉമാദേവി മേഡം തുടങ്ങിക്കോളൂ. തുടങ്ങാം അല്ലേ? Yeah. സാറേ ഞാൻ സ്ക്രീൻ ഓക്കെ. താങ്ക് യു സാർ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. കാണുന്നില്ലെങ്കിൽ ഒന്ന് പറയണേ. Yes. സ്ക്രീൻ വന്നു. സാറേ കാണുന്നുണ്ടോ? വന്നു. വി കാണ്ട് ഓപ്പൺ ദിസ് ഫയൽ എന്നാണ് കാണിക്കുന്നത്.
ഇപ്പൊ വന്നു ഇപ്പോഴോ വന്നു വന്നു കാണാം വന്നോ? വന്നു വന്നു വന്നില്ലേ? അതെന്താണെന്ന് അറിയില്ല, ഞാൻ ഇതില് കാണാലോ അല്ലെ? കാണാം കാണാം. മാറ്റിയിട്ടില്ല. ഓക്കെ, ഗുഡ്. നമുക്കൊന്ന് എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നും കാണുന്നൊക്കെ ഉണ്ടല്ലോ അല്ലെ സാറേ? യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ ആണ് മാം. മലയാളം അധ്യാപകര് ഒരുപാട് പേര് ഇതിൽ കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും ഇങ്ങനെ ഒരു അവസരം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ എക്സ്ട്രാ മൈൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് വിങ്ങുമായിട്ട് സഹകരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ നമ്മളൊരു സെഷൻ എടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെയും രണ്ടാമതും ഒരു സെഷന് എനിക്കിവിടെ ഒരു അവസരം തന്നതിൽ സലാം സാറിനോടും മുരളി സാറിനോടും മറ്റെല്ലാ ഇതിന്റെ നടത്തിപ്പുകാരോടുള്ള എൻ്റെ നന്ദി ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. കാരണം ഞങ്ങൾ മലയാളം ടീച്ചേഴ്സിന് പലപ്പോഴും സെഷനുകൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് നേരിടുന്നവരാണെന്ന് അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ മുരളി സാർ പറഞ്ഞ മാതിരി ഇത്തരത്തിലുള്ള ഒരു വേദികളാണ് ശരിക്കും മലയാളം അധ്യാപകർക്ക് ഉയർന്നു വരാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനൊരു കാരണമായി അല്ലെങ്കിൽ നിമിത്തമായി എനിക്കും തീരാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ക്ലാസ് കേൾക്കുവാൻ, ക്ലാസ് എന്ന് പറയണ്ട, നമ്മളൊരു ചർച്ച പോലെയാണ് ഞാൻ എപ്പോഴും അതിനെ ഞാൻ കരുതാറുള്ളൂ. കാരണം എനിക്കറിയാവുന്നത് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ കണികളായി വന്നിട്ടുള്ള അല്ലെങ്കിൽ കേൾവിക്കാരായി വന്നിട്ടുള്ള മറ്റു അധ്യാപകരിൽ നിന്ന് അറിയുന്ന കാര്യങ്ങൾ നമ്മുടെ അവസാനത്തെ സെഷനിൽ നമ്മൾ ഇങ്ങോട്ടും വാങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു സന്തോഷം. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. 10ാം തരം പാഠാവലോകനവും മൂല്യനിർണ്ണയവുമാണ്. നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പുതുക്കിയ പാഠ്യപദ്ധതി മൂല്യനിർണ്ണയം എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ എക്സ്ട്രാ മൈലിന്റെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് വിങ്ങിന്റെ ഇതുപോലുള്ള ട്രെയിനിങ്ങുകളുടെ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടോ അല്ലെങ്കിൽ ഗുണമായിട്ടോ നമുക്ക് തോന്നുന്നത് ഈ വീഡിയോകളെല്ലാം തന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു സംശയം വരികയാണെങ്കിൽ നമുക്ക് തിരിച്ചുപോയി അത് കാണുവാനുള്ള ഒരു അവസരം ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും ഞാൻ എൻ്റെ ഇന്നത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ പാഠഭാഗങ്ങൾ ഒന്ന് നോക്കാം. മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ എന്ത് തന്നെയായാലും ഒന്നും കൂടെ നമുക്ക് അതിലേക്ക് പോകാം. 10 പാഠങ്ങൾ എന്നുള്ളതിൽ 7 പാഠങ്ങൾ എന്നുള്ളതിൽ മാറ്റി 10 പാഠങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഉപപാഠ പുസ്തകം ഈ വർഷം ഇല്ല. അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നറിയാം. കരിക്കുലം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, സിലബസ് എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മലയാളം എന്നുള്ളത് മാത്രം അങ്ങ് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്ക് എല്ലാവർക്കും തന്നെ എല്ലാ സബ്ജക്റ്റുകാരും ചെയ്യുന്നതാണ്. പക്ഷെ അതിനേക്കാളപ്പുറം കരിക്കുലം അങ്ങനെ തന്നെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ എല്ലാ പേജിലൂടെയും കടന്നു പോകാൻ ശ്രമിക്കണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം പലപ്പോഴും ചില ക്ലാസ്സുകളിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്റേണൽ അസസ്മെന്റിന്റെ കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ പലരും ഈ ഒരു ചെറിയ അറിവ്, അതായത് നമ്മുടെ ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കൊച്ചറിവ് വെച്ചിട്ടാണ് പലപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ദയവായിട്ട് കരിക്കുലം മുഴുവനായിട്ട് വായിക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് ഓരോ സബ്ജക്റ്റിന്റെയും കൃത്യമായ രീതിയിൽ അതിൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇന്റേണൽ അസസ്മെന്റ് പോകേണ്ടത്, ഏത് രീതിയിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും അത് വായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും 5 പാഠങ്ങളാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ 5 പദ്യങ്ങളുമാണ്. പേരുകൾ ഞാൻ വായിക്കേണ്ട കാര്യമില്ല. നമുക്ക് പുതുതായിട്ട് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പാവങ്ങൾ, പ്ലാവിലക്കഞ്ഞി, പത്രനീതി, അതുപോലെ തന്നെ അശ്വമേധം. അങ്ങനെയാണ് നമുക്ക് പുതിയതായിട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കുന്ന 10 പാഠങ്ങളും 5 പാഠവും 5 പദ്യവുമാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്തോ വീഡിയോന്റെ ഒരു ചെറിയ പ്രശ്നം വരുന്നു. ഞാനൊന്ന് ചോദ്യ പേപ്പറിന്റെ മാതൃകയാണ്. അപ്പൊ നമുക്ക് ഇതുവരെ കേൾക്കണ്ടല്ലോ അല്ലെ? അതെന്തോ പെട്ടെന്നൊന്ന് സ്റ്റക്കായി. ചോദ്യ പേപ്പറിന്റെ ഒരു മാതൃക എന്ന് പറയുമ്പോൾ നമുക്ക് ബോർഡ് ഇതുവരെയും അവരുടെ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ വർഷവും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിന്റെ ആ ഒരു അപ്ലോഡിങ് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിട്ടുള്ള കരിക്കുലം വെച്ചിട്ട് നമുക്ക് എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. സാധാരണ അതിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് സംഭവിക്കാറില്ല. അത് തന്നെയാണ് വരാറുള്ളത്. ഇത് വലിയ മാറ്റങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഒരു ചോദ്യ പേപ്പറിൽ നിന്ന് വലിയൊരു മാറ്റമൊന്നും തവണയില്ല. പക്ഷെ ഒന്നും കൂടി അതൊന്ന് ശ്രദ്ധിക്കാം. കാരണം കഴിഞ്ഞ വർഷം എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ അറിഞ്ഞു പോകുന്നത് നല്ലതാണ്. നമുക്ക് അവതാരണം ഗദ്യമാണ് നമുക്കുള്ളത്. 9th ഉം 10th ഉം തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ 9th ഇനിയൊരു സെഷൻ ഇവിടെ സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ആ സെഷനിൽ കൂടുതൽ വിശദമായിട്ട് പറയും. ഇത്തവണ നമ്മൾ ഈ 10 പാഠങ്ങളും ഒന്ന് അവലോകനം ചെയ്യുന്നത് കൊണ്ട് തന്നെ 9ാം ക്ലാസ്സിനെ വല്ലാതെ സ്പർശിക്കാതെ തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് 10ാം ക്ലാസ്സിന്റെ കാര്യമാണ് കൂടുതലായിട്ട് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പറയുന്നത്. അപ്പൊ അവതാരണം ഗദ്യം 2 എണ്ണമാണ്
നമുക്കുള്ളത്. 7 മാർക്കും 8 മാർക്കുമാണ്. അപ്പൊ പതിപോലെ 7 ചോദ്യം 8 ചോദ്യം, അതിന് 15 മാർക്ക് വരുന്നു. രചനാ വിഭാഗത്തില് ഉപന്യാസത്തിനും ഔദ്യോഗിക കത്തിനും 5 മാർക്കാണ്. അപ്പൊ 10 മാർക്കാണ് അത് വരുന്നത്. പത്രവാർത്ത 4 മാർക്ക്. വാക്യപ്രയോഗം ഒന്ന് ശ്രദ്ധിക്കാം. വാക്യപ്രയോഗത്തിന് നമുക്ക് 6 ചോദ്യങ്ങൾ എന്നാണ് നമ്മുടെ കരിക്കുലം പ്രകാരം വരുന്നത്. 6 ചോദ്യത്തിലും ഓരോന്നിനും 2 സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ പ്രയോഗം മാറ്റലാണെങ്കിൽ 2 ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പ്രയോഗം മാറ്റല്, അംഗവാക്യം അങ്കിവാക്യം വരും, അതുപോലെ തന്നെ വാക്യത്തിലെ തെറ്റുതിരുത്തൽ വരും, അതുപോലെ തന്നെ വാക്യത്തിൽ പ്രയോഗിക്കുക. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരിക. വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറയുമ്പോൾ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു പോവാണ്, നമ്മൾ ഒരിക്കലും പാഠഭാഗത്തെ വാക്യങ്ങൾ കുട്ടികൾ എഴുതാൻ പാടില്ല. അവർ സ്വന്തമായ രീതിയിൽ ആണ് വാക്യപ്രയോഗം നടത്തേണ്ടത്. അപ്പൊ അതൊന്ന് കുട്ടികളെ എല്ലാവരും ഓർമ്മിപ്പിക്കുന്നത് നല്ലതായിരിക്കും. കാരണം മാർക്ക് പോവാൻ സാധ്യതയുള്ളതാണ്. കിട്ടാനാണെങ്കിൽ എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു ഭാഗമാണ് വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറയുന്നത്. പക്ഷേ പാഠഭാഗത്തെ വാചകം അവർ എഴുതുകയാണെങ്കിൽ അവരുടെ മാർക്ക് നഷ്ടപ്പെടാൻ ഇടയുണ്ട്. അപ്പൊ അങ്ങനെ 6 സബ് ഹെഡിങ് എന്നുള്ള പോലെയാണ് വരിക. അതിൽ ഈ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ 6 എണ്ണം എഴുതേണ്ട കാര്യമില്ല. 4 എണ്ണം മാത്രമേ കുട്ടി എഴുതണ്ടൂ. ഏതെങ്കിലും 4 എണ്ണത്തിലെ 2 എണ്ണം വീതമുള്ള അതിലുള്ള ചോദ്യങ്ങൾ എഴുതിയ 8 മാർക്കാണ് അതിന് വരുന്നത്. പിന്നീട് നമുക്ക് പര്യായം, നാനാർത്ഥം, അതുപോലെ അർത്ഥവ്യത്യാസം, എതിർലിംഗം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ വിഗ്രഹിക്കുക, പിരിച്ചെഴുതുക. സന്ധിയും സമാസവും ഇല്ല, ഒന്നും കൂടെ ഓർത്തു വെക്കുക. അതെല്ലാം കൂടെ നമുക്ക് 7 മാർക്കിനാണ് വരുന്നത്. അതിലും ഇതുപോലെ 10 എണ്ണം ഉണ്ടായിരിക്കും. അതിൽ 7 എണ്ണം മാത്രമേ കുട്ടികൾ എഴുതേണ്ടതുള്ളൂ. അപ്പൊ 7 മാർക്കാണ് അതിന് വരുന്നത്. പിന്നീട് വരുന്നത് നമ്മുടെ പദ്യത്തിൽ നിന്നും ഗദ്യത്തിൽ നിന്നുള്ള MCQകളാണ്. ഈ MCQന്റെ ഇതിൽ വരുമ്പോൾ ഞാനിവിടെ ചുവന്ന മഷിയിൽ ഒരു കാര്യം എഴുതിയിട്ടിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ അതൊരു ചെറിയ വ്യത്യാസം ഇത്തവണത്തെ കരിക്കുലത്തിൽ കാണുന്നുണ്ട്. അത് 10ാം ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണെങ്കിൽ 12 എണ്ണമാണ് നമ്മൾക്ക് തരുന്നത്. അതായത് 12 × 2 24 ചോദ്യം അതിലുണ്ടായിരിക്കും. പക്ഷെ കുട്ടികൾ അതിൽ 9 × 2 18 ചോദ്യമാണ് നമ്മൾ അതിൽ എഴുതേണ്ടത്. അതായത് ഒരു ചോദ്യത്തിൽ നമുക്കറിയാം 2 സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരിക. അപ്പൊ അങ്ങനെയുള്ള 12 എണ്ണം തന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിൽ 9 എണ്ണത്തിന് മാത്രമേ കുട്ടികൾ ഉത്തരം എഴുതേണ്ടതുള്ളൂ. അപ്പോ സാധാരണഗതിയിൽ അധ്യാപകർ എപ്പോഴും ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ടീച്ചറെ 12 എണ്ണം എഴുതുന്നതുകൊണ്ട് അപകടം ഉണ്ടോ? 12 എഴുതി പ്രശ്നമാവോ? അപ്പൊ അപകടങ്ങൾ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അപകടമൊന്നുമില്ല 12 എണ്ണം എഴുതുന്നതുകൊണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും കുട്ടികളോട് പറയുക, അറിയുന്ന 9 എണ്ണം തന്നെ ആദ്യം എഴുതാൻ പറയാം. അവരുടെ ഫസ്റ്റ് ചോയ്സ് ഏതാണോ ആ 9 എണ്ണം അവർ ആദ്യം എഴുതട്ടെ. എന്നിട്ട് അവർക്ക് സംശയമുള്ളത് വേണമെങ്കിൽ അടിയിൽ എഴുതി വെച്ചോട്ടെ. അപ്പോ എങ്ങാനും തെറ്റാണെങ്കിലും അടിയിൽ ഏതെങ്കിലും ശരിയുണ്ടെങ്കിൽ ഒരു പക്ഷേ വാല്യുവേഷൻ സെന്ററിൽ മാർക്ക് കിട്ടാം. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ശരിക്കും CBSE നിയമപ്രകാരം ഒരു കുട്ടി എല്ലാം എഴുതി വെക്കുകയാണെങ്കിൽ ആദ്യത്തെ ഓർ ക്വസ്റ്റ്യൻ ഉള്ളതാണെങ്കിൽ ആദ്യത്തെ 9 എണ്ണത്തിനാണ് ഓർ ക്വസ്റ്റ്യൻ, 9 എണ്ണം മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്നാണ്. പക്ഷെ നമ്മളെല്ലാവരും വാല്യുവേഷൻ സെന്ററുകളിലൊക്കെ കാണുന്നുണ്ട്, കുറച്ചൊക്കെ നമ്മൾ ലിബറൽ ആവാറുണ്ട്. അപ്പൊ എന്ത് തന്നെയായാലും ആദ്യത്തെ സെലക്ഷൻ ആണ് അവരുടെ ആദ്യം എഴുതേണ്ട 9 എണ്ണം. അപ്പൊ ആ ഒരു നമ്പറിൽ വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കണം. 9ാം ക്ലാസ്സിൽ അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. വ്യത്യാസം അപ്പൊ ഞാനിപ്പോ പറയുന്നില്ല, കാരണം അത് 9ാം ക്ലാസ് എടുക്കുന്നവരാണ് അത് കൂടുതലായിട്ട് വ്യക്തമാക്കുക. പക്ഷെ 10ന്റെയും 9ന്റെയും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം അവിടെ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാനിപ്പോ ഇവിടെ അർത്ഥാക്കുന്നത്. ഇനി അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങൾ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ അറിയാം. പാഠഭാഗത്ത് നിന്ന് 2 ചോദ്യം, പദ്യഭാഗത്ത് നിന്ന് 2 ചോദ്യം, അതുപോലെ തന്നെ നമ്മുടെ നോൺ ഡീറ്റെയിൽഡ് നിന്നാണ് 2 ചോദ്യം വന്നിരുന്നത്. അത് ഇത്തവണ നമുക്ക് ഗദ്യത്തിൽ നിന്ന് 3 ചോദ്യവും പദ്യത്തിൽ നിന്ന് 3 ചോദ്യവുമാണ് വരുന്നത്. അപ്പൊ 6 ചോദ്യങ്ങൾ ആകെ വരും. 6 ചോദ്യത്തിൽ 6 × 3 അത് നമുക്ക് 18 മാർക്ക് വരുന്നു. അതിൽ നമുക്ക് നോക്കുമ്പോൾ 4 ചോദ്യങ്ങൾ ഗദ്യത്തിൽ നിന്ന് അവർ ചോദിക്കും. അതിൽ 3 എണ്ണത്തിന് മാത്രമേ കുട്ടി ഉത്തരം എഴുതേണ്ടതുള്ളൂ. അപ്പൊ നമുക്ക് വളരെ ഇതാലേക്കും 5 ഗദ്യപാഠങ്ങളുണ്ട്, 5 പദ്യപാഠങ്ങളുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് ചോദ്യം ഉണ്ടാവില്ല. അതും തന്നിട്ടുള്ള 4 എണ്ണത്തിൽ നിന്ന് തന്നെ ഒരെണ്ണം എഴുതുകയും വേണ്ട. അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് പദ്യത്തിനും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇനി ഒരു ചെറിയ മാറ്റം നമ്മുടെ ഇതിൽ കാണുന്നുണ്ട്. എന്നെ കേൾക്കാനും കാണാനും നിങ്ങൾക്ക് പറ്റണില്ല? ഇവിടെ ഇന്റർനെറ്റ് എന്തോ പ്രശ്നം കാണിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല ടീച്ചറെ, കാണുന്നുണ്ടല്ലോ അല്ലെ? എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. സലാം സാർ, പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലെ? കാണുന്നുണ്ടല്ലോ അല്ലെ? ചോദ്യോത്തര മാതൃകയിൽ വന്ന മാറ്റം, ആ ഒരു മാറ്റാണ് നമുക്ക് ഇത്തവണ കുറച്ചൊരു എന്താ പറയാ, നമുക്കൊരു അങ്കലാപ്പ് മലയാളം അധ്യാപകരുടെ ഇടയിൽ വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 100 വാക്കിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നുള്ളൊരു വാക്യം അവിടെ എടുക്കുന്നുണ്ട്. അത് എന്താണ് എന്നിപ്പോ ഞങ്ങള് അന്നപൂർണി മാം ഒക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചിരുന്നു CBSE. അപ്പൊ അവര് പറയുന്നത് ഈ വർഷം ഇനി എന്തായാലും അതിലൊരു മാറ്റം വരുത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് അറിയില്ല, ഇനി പേപ്പർ ഇടുമ്പോൾ ഒരു മോഡൽ പേപ്പർ വരുമ്പോൾ അതിലൊരു മാറ്റം കണ്ടാൽ നമുക്ക് സമാധാനിക്കാം. പക്ഷേ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നമ്മളുടെ 3 മാർക്കിന്റെ ചോദ്യോത്തരങ്ങളുടെ ബ്രാക്കറ്റില്
100 വേർഡ്സ് എന്നാണ് കാണുന്നത്. 100 വേർഡ്സിൽ 3 മാർക്കിന്റെ ഉത്തരം എഴുതുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 3 6 ചോദ്യങ്ങൾ ഉണ്ട് അവർക്ക്. 6 ചോദ്യം 100 വാക്കിൽ കവിയാതെ എഴുതുക എന്ന് പറയുമ്പോൾ അത് കുറച്ചൊരു വലിയ ഉത്തരമായിരിക്കും. അപ്പൊ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവിടെ അങ്ങനെ കാണുന്നുണ്ടെങ്കിലും നമ്മൾ അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് മാതൃകയിൽ കൊടുത്തിട്ടുള്ളടത്ത് കരിക്കുലത്തിൽ അതിൽ SAQ വിഭാഗത്തിലാണ് അത് പെടുത്തിയിട്ടുള്ളത്. സ്മോൾ ആൻസർ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ, അല്ലാണ്ട് ഒരു വലിയ ആൻസർ എന്നുള്ള രീതിയിൽ അവിടെ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ അനുവദിച്ചിരിക്കുന്ന മാർക്ക് മുൻ വർഷത്തെ പോലെ 3 തന്നെയാണ്. അപ്പോ എന്റെ ഒരു സജഷൻ, അല്ലെങ്കിൽ കാരണം ചില ഉത്തരങ്ങൾ നമുക്ക് ഒരിക്കലും അറിയാം 100 വാക്കിലൊന്നും എഴുതാൻ പാകത്തിന് പരത്തി എഴുതാനുള്ള ഉത്തരങ്ങൾ ചില ചോദ്യങ്ങൾക്കില്ല. അപ്പോ എന്റെ ഒരു ആശയം പറയാണ്, നിങ്ങൾക്ക് അധ്യാപകരുടേതായിട്ട് നിങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ എന്റെ ഒരു ആശയം ഞാൻ പറയുന്നത്, നമ്മളിപ്പോ എന്തായാലും കുട്ടികളുടെ അടുത്ത് കൃതിയെ കുറിച്ചും കർത്താവിനെ കുറിച്ചും ഒരു പേരും കൃതിയും എഴുതണമെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതിന് പുറമെ അത് കുറച്ചൊന്ന് ഇലാബറേറ്റ് ചെയ്ത് കൊടുക്കുക, കുറച്ചും കൂടി ഒന്ന് വലുതാക്കി അത് കൊടുക്കുകയാണെങ്കിൽ ഒരു പാരഗ്രാഫ്, ഇപ്പൊ നമ്മൾ കടൽ തീരത്താണെങ്കിൽ OV വിജയനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചും അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളെ കുറിച്ചും ഈ ഒരു പർട്ടിക്കുലർ കൃതിയെ കുറിച്ചുമുള്ള ഒരു പാരഗ്രാഫ് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു പാരഗ്രാഫ് കടൽ തീരത്ത് നിന്ന് വരുന്ന ചോദ്യത്തിന് ആദ്യമായിട്ട് എഴുതുക. അതിനുശേഷം എന്താണോ തന്നിട്ടുള്ള ചോദ്യം അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്താണോ അത് എഴുതുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു 2 പാരഗ്രാഫ് വരുമ്പോൾ ഏതാണ്ട് ഒരു 100 വാക്കിന്റെ അടുത്തേക്ക് എത്തും. അപ്പൊ അത് കുട്ടികളെ സംബന്ധിച്ചും കുറച്ചൊരു ആശ്വാസമായിരിക്കും. ഇപ്പൊ യുദ്ധത്തിന്റെ പരിണാമത്തിൽ നിന്ന് എന്തായാലും നമുക്കറിയാം ഒരു ചോദ്യം അവസാനം അവർ എഴുതേണ്ടതുള്ളൂ. പഠിക്കുമ്പോൾ അവർ കുറെ ചോദ്യങ്ങൾ പഠിക്കും. അപ്പൊ എല്ലാ ലെസനുകളിൽ നിന്നും അങ്ങനെ ഒരു പാരഗ്രാഫ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു എഴുത്തുകാരനെ കുറിച്ചും ആ പ്രസ്ഥാനത്തെ കുറിച്ചും ആ കൃതിയെക്കുറിച്ചും അതിന്റെ ഒരു സന്ദർഭത്തെ കുറിച്ചും ഒക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് ആദ്യത്തെ പാരഗ്രാഫായിട്ടും രണ്ടാമത്തെ പാരഗ്രാഫായിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ എന്നുള്ള പോലെ ആ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരവുമായിട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ 100 വാക്കിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നുള്ള ആ ഒരു കടമ്പ നമ്മുടെ കുട്ടികൾക്ക് ചാടിക്കിടക്കാൻ പറ്റും. അത് എന്റെ ഒരു സജഷൻ മാത്രമാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയല്ല കുറച്ചും കൂടി വിശദമായിട്ട് തന്നെ എന്റെ കുട്ടിയെ കൊണ്ട് ഉത്തരം എഴുതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലത്. പക്ഷെ വളരെ അപൂർവം ചോദ്യങ്ങൾക്ക് നമുക്ക് ചിലപ്പോൾ ഇത്രയും പരത്തി എഴുതാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതൊക്കെ എഴുതി ചിലപ്പോൾ വേണ്ട പോയിന്റ് അവർ വിട്ടുപോകാനോ അല്ലെങ്കിൽ വേണ്ട പോയിന്റ് ഏതെങ്കിലും ഒരു അവസാനത്തിൽ എവിടെയെങ്കിലും എഴുതി ചേർത്ത് മാർക്ക് നഷ്ടപ്പെടാനോ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടി ഒരു ശ്രദ്ധ ഇത്തവണ വെക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇനി വളരെ സ്പീഡിൽ പറഞ്ഞു പോവാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ആരെങ്കിലും പുതുതായിട്ട് 10ാം ക്ലാസ് എടുക്കുന്നവരുണ്ടെങ്കിൽ CBSE ഇതിലേക്ക് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ മാത്രം അവരുടെ അറിവിന് വേണ്ടി ഒന്ന് വേഗതയിൽ പറഞ്ഞു പോവാണ്. നമുക്കറിയാം 80 മാർക്കും 20 മാർക്കും 80 മാർക്കിന്റെയാണ് ആനുവൽ പരീക്ഷ നമുക്ക് വരിക. 20 മാർക്ക് നമുക്ക് മൾട്ടിപ്പിൾ അസസ്മെന്റ് 5 മാർക്ക്, പീരിയോഡിക് ടെസ്റ്റ് 5 മാർക്ക്, പോർട്ട്ഫോളിയോ 5 മാർക്ക്, സബ്ജക്ട് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി 5 മാർക്ക്. ഇതിൽ മൾട്ടിപ്പിൾ അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്മൾ കലാസംയോജിത പഠനം എന്ന് തന്നെ പറയുന്നുണ്ട്. ആ കലാസംയോജിത പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് മൾട്ടിപ്പിൾ അസസ്മെന്റിൽ പെടുത്താം. അതിന്റെയും മാർക്കിനെ ഒന്ന് എന്താ പറയാ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് അതിനെ കുറച്ച് നമുക്ക് 5ലേക്കാണ് കൊണ്ടുവരേണ്ടത്. സബ്ജക്ട് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഭാഷയെ സംബന്ധിച്ച് അത് സ്പീക്കിങ്ങും ലിസണിങ്ങും മാത്രമാണ്. ആ 2 ടെസ്റ്റുകൾ നടത്തിയ ശേഷം സ്പീക്കിംഗ് ആയാലും സംസാരിക്കാനുള്ള ശേഷിയാണ്. അതുപോലെ തന്നെ ലിസണിങ് എന്ന് പറയുമ്പോൾ ലിസണിങ് കോംപ്രിഹെൻഷൻ നമുക്ക് ക്ലാസ്സിൽ നടത്താവുന്നതേ ഉള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് 5 മാർക്ക്. പീരിയോഡിക് ടെസ്റ്റ് നമുക്കറിയാം, എല്ലാ വർഷവും പറയുന്നത് പോലെ 3 പീരിയോഡിക് ടെസ്റ്റ് നമ്മൾ നടത്തണം. അതിൽ ബെസ്റ്റ് 2 എടുത്തിട്ട് അതിന്റെ മാർക്കിനെ നമ്മൾ 5ലേക്ക് ക്രമപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പോർട്ട്ഫോളിയോ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്കുകളുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ എങ്ങനെയാണ് പോർട്ട്ഫോളിയോ എന്നുള്ളത് അറിയാം. പോർട്ട്ഫോളിയോയ്ക്ക് 5 മാർക്ക്. ഇതാണ് നമ്മുടെ ഇന്റേണൽ അസസ്മെന്റിന്റെ ഔട്ട് ഓഫ് 20. ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോയതാണ്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഒരു പാഠഭാഗങ്ങളിലേക്കാണ്, നമ്മളിപ്പോ പാഠാവലോകനാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു മേഖല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കേണ്ട ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുമ്പോഴും നമുക്കറിയാം ഒരിക്കലും നമ്മളുടെ ലക്ഷ്യം, മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ലക്ഷ്യം ഒരിക്കലും അവസാനം കിട്ടുന്ന മാർക്ക് ആവരുത്. അത് ഒരു സബ്ജക്റ്റും അങ്ങനെ ആവരുത്. കുട്ടികൾക്ക് മാർക്ക് കിട്ടാൻ പഠിപ്പിക്കുക എന്നുള്ളതല്ല തീർച്ചയായിട്ടും വേണ്ടത്. നമ്മൾ ഒരു പാഠം പഠിപ്പിച്ചു കഴിയുമ്പോൾ എന്തൊക്കെ കഴിവുകൾ അല്ലെങ്കിൽ എന്തൊക്കെ നൈപുണികൾ കുട്ടികൾക്ക് അതിലൂടെ ആർജിക്കാൻ പറ്റും, എന്തൊക്കെ അറിവുകൾ കുട്ടികൾക്ക് നേടാൻ പറ്റും, അതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ പാഠഭാഗങ്ങളെയും നോക്കിക്കാണേണ്ടത്. പലപ്പോഴും നമുക്കറിയാം ഈ 10ാം ക്ലാസ്സോടുകൂടി പല കുട്ടികളുടെയും, ഇപ്പൊ ഒരു 100 കുട്ടികളെ എടുക്കുകയാണെങ്കിൽ അതൊരു 80 കുട്ടികളുടെയും മലയാള പഠനം അവസാനിക്കുകയാണ്. 10ാം ക്ലാസ് ആയിരിക്കും അവരുടെ മലയാള പഠനത്തിന്റെ അവസാന ഭാഗം. അത് കഴിയുമ്പോൾ അവര് +1 +2 ചിലപ്പോൾ മലയാളം ഓപ്റ്റ് ചെയ്തുകൊള്ളണമെന്നില്ല. പിന്നീട് എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള മേഖലകളിലേക്ക് പോകുന്നവർക്ക് ഈ പഠനം ഇല്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരെ
മലയാളം പഠിക്കുന്ന അവസാന സമയമാണിത്. അപ്പൊ ആ സമയത്തില് നമുക്ക് എത്രത്തോളം സ്നേഹവും എത്രത്തോളം അറിവും മലയാളത്തിനോട് കുട്ടികൾക്ക് ഉണ്ടാക്കാമോ അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പാഠം പഠിപ്പിക്കുമ്പോഴും അതിലെ കർത്താവ്, കൃതി, കാലഘട്ടം അത് കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ആശയവും അവതരണ മികവും ഓരോ കൃതികൾ എടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഓരോ പാഠഭാഗം എടുക്കുമ്പോഴും ഓരോ എഴുത്തുകാരന്റെയും ആ ഒരു അവതരണത്തിന്റെ മികവ്, ഒരു വാക്കിൽ ഒരു എന്താ പറയുക പ്രപഞ്ചം സൃഷ്ടിക്കുക, അങ്ങനെയൊക്കെയുള്ള അവതരണ മികവ്, അങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ എടുത്ത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണം. തലക്കെട്ടിന്റെ ഔചിത്യം പലപ്പോഴും ചോദ്യങ്ങളായിട്ട് വരാറുള്ളതാണ്. തലക്കെട്ടിന്റെ ഔചിത്യം ഇപ്പൊ പ്രിയദർശനായാലും എന്തുകൊണ്ട് അങ്ങനെ വരുന്നു, അങ്ങനെ ലക്ഷ്മണ സാന്ത്വനം, അമ്മത്തൊട്ടിൽ, എല്ലാറ്റിന്റെയും തലക്കെട്ടിനും ഒരു ഭംഗിയുണ്ട്, അതിനും ഒരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ തലക്കെട്ട് എത്രത്തോളം ഔചിത്യപൂർണമായിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളതും കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. ആശയപ്രധാനമായ വരികൾ, വാചകങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാ പാഠഭാഗത്തും നമുക്ക് വളരെ ആശയ സമ്പുഷ്ടമായിട്ടുള്ള വരികളുണ്ട്, അതുപോലെ തന്നെ വാചകങ്ങളുണ്ട്. അതും കുട്ടികളിലേക്ക് കാര്യമായിട്ട് എത്തിക്കാൻ തന്നെ ശ്രമിക്കണം. കാരണം നമ്മൾ ലക്ഷ്മണ സാന്ത്വനൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിക്കും കുട്ടികൾക്ക് അത്രയ്ക്കൊന്നും അങ്ങോട്ട് ദഹിക്കോ, തത്വചിന്തയൊക്കെ ദഹിക്കോ. കഴിഞ്ഞ വർഷം ഇതുമാതിരി ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി പദ്യം ലക്ഷ്മണ സാന്ത്വനം പഠിച്ചു കഴിഞ്ഞിട്ട് കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എന്തൊരു നല്ല കവിതയാ മിസ്സേ, എന്ത് നല്ലതാണ്. ആ ഒരു എന്ത് നല്ലത് എന്നൊരു കുട്ടിയുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ആഴത്തിലേക്ക് അവനെ ഇറങ്ങി അങ്ങനെ നമ്മൾ ഇറക്കി കൊണ്ടുപോകാൻ ശ്രമിക്കണം. അപ്പോഴേ നമ്മുടെ കുട്ടികള് പിന്നീടും ഈ കവിതകൾ വായിക്കുവാനോ അല്ലെങ്കിൽ എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരു എന്താ പറയാ അങ്ങനെ ഒരു സന്തോഷത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ അത്രയും ആഴത്തിൽ കുട്ടികൾക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ബിംബകൽപ്പനകൾ, ഇപ്പൊ പൊതിച്ചോറ്, ആ ഒരു കൊണ്ടുപോകുന്ന പൊതിച്ചോറിന്റെ ഒക്കെ ഒരു കൽപ്പന വല്ലാത്തൊരു അർത്ഥതലത്തിലേക്ക് അത് പോവല്ലേ. അപ്പൊ അതൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കണം. കഥാപാത്രങ്ങൾ, അവരുടെ സ്വഭാവ സവിശേഷതകള്, ഗ്രാമ്യ പ്രയോഗങ്ങൾ ധാരാളം വരുന്നുണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പ്ലാവിലക്കഞ്ഞി വരുമ്പോഴും ധാരാളം ഗ്രാമ്യ പ്രയോഗങ്ങൾ വരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം കടൽ തീരത്ത് നല്ല പോലെ അതുപോലെ വരുന്നതാണ്. ഇത്തരത്തിലുള്ള ഗ്രാമ്യ പ്രയോഗങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. സാഹിത്യ പ്രസ്ഥാനങ്ങൾ എപ്പോഴും ഏതൊരു കൃതി പറയുമ്പോഴും നമ്മൾ അതിന്റെ പ്രസ്ഥാനങ്ങളെ കുറിച്ച് കുട്ടികളോട് അല്പം സംസാരിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ കുട്ടികളുടെ കഴിവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊരു ലെസൺ വരുമ്പോഴും അതിന് നമ്മൾ കൊടുക്കുന്ന, അതിന് അവർ എഴുതി തരുന്ന ഉത്തരങ്ങൾ നമ്മൾ ചോദ്യങ്ങൾ കൊടുക്കുന്നു, നമ്മൾ ഉത്തരം കൊടുക്കുന്നു, അതിനേക്കാൾ ഉപരിയായിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ധാരാളമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കണം. അവരെഴുതട്ടെ. കാര്യം നമുക്കറിയാം ഈ എന്തൊക്കെ പറയുമ്പോഴും അവസാനം അവർ നന്നായി എഴുതിയെങ്കിൽ മാത്രമേ അവർക്ക് മാർക്ക് ലഭിക്കുള്ളൂ. അവിടെയൊക്കെ നമുക്ക് അവർക്ക് വേണ്ടത്ര നിർദ്ദേശങ്ങൾ കൊടുത്ത് അവർക്ക് മാറ്റങ്ങൾ വരുത്താം. പക്ഷെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവർക്ക് കൊടുക്കണം. കാരണം അതിലൂടെയാണ് അവർ ജീവിതത്തിലേക്ക് ഉയർന്നു വരുന്നത്. നമുക്കിപ്പോ അശ്വമേധം ആദ്യമായിട്ട് നമ്മൾക്കിപ്പോ അശ്വമേധം കുറച്ച് കൊല്ലം മുമ്പ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചവരുണ്ടായിരിക്കും, പുതിയവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാം. അശ്വമേധം നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് വയലാറിന്റെ കൃതികളെ കുറിച്ചും വയലാറിന്റെ ചലച്ചിത്ര ഗാനങ്ങളെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് കൃത്യമായൊരു അറിവ് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ വയലാറിന്റെ ആ ഒരു കാവ്യ ദർശനം എങ്ങനെയാണ്, പദ്യസാഹിത്യത്തിന്റെ ആരംഭം, പദ്യസാഹിത്യത്തിൽ വരുന്നൊരു കൃതിയായതുകൊണ്ട് തന്നെ പദ്യസാഹിത്യത്തെക്കുറിച്ചും പദ്യസാഹിത്യത്തിന്റെ ആരംഭ കാലഘട്ടത്തെ കുറിച്ചൊക്കെ കൊടുക്കാം. പിന്നെ സർഗാത്മകത നേരിടുന്ന വെല്ലുവിളികൾ അശ്വമേധം പഠിപ്പിക്കുമ്പോൾ എങ്ങനെ ആ സർഗാത്മകത വളർന്നു വന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പദ്യസാഹിത്യം ഉയർന്നു വന്നത് എന്ന് കവി പറയുന്നുണ്ടെങ്കിലും ഇന്ന് നമുക്കറിയാം സർഗാത്മകത ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. എഴുത്തുകാർ നേരിടുന്ന വെല്ലുവിളികൾ ഒരുപാടുണ്ടെന്ന് നമുക്കറിയാം. അത്തരം കാര്യങ്ങൾ, അതായത് സമകാലിക പ്രസക്തിയുള്ള അത്തരം കാര്യങ്ങളിലൂടെയും കൂടെ ഈ കവിതയിൽ നമുക്ക് ഇതിൽ തന്നെ കാണുന്നുണ്ട് എന്തൊക്കെ നേരിട്ടിട്ടാണ് ആ കുതിര, സർഗാത്മകതയാകുന്ന ആ കുതിര കുതിച്ചു പായുന്നത്, എന്തൊക്കെ നേരിട്ടിട്ടാണ്, ആരൊക്കെ എവിടെയൊക്കെയോ തളച്ചിടാൻ ശ്രമിച്ചിട്ടും അതിനെയൊന്നും മറികടന്ന് വീണ്ടും ഉയർന്നു വരുന്നു. പക്ഷെ നമുക്കറിയാം ആ ഉയർന്നു വന്ന് നിൽക്കുന്ന ആ ഒരു സർഗാത്മകത ഇന്ന് വീണ്ടും ഈ ആധുനിക കാലഘട്ടത്തിലെ ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അറിവൊക്കെ കുട്ടികൾക്ക് കൊടുക്കുവാനായിട്ട് കൃത്യമായിട്ടും ഈ കവിത നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ എഴുതിയ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും രണ്ടാണെങ്കിൽ പോലും പല കാര്യങ്ങളിലും സാദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ അശ്വമേധം പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അധ്യാപകർ തീർച്ചയായിട്ടും മുൻകൈ എടുക്കണം. അതുപോലെ തന്നെ പ്രയോഗ സവിശേഷതകൾ, ഒരുപാട് സവിശേഷമായ പ്രയോഗങ്ങളുള്ള ഒരു കവിതയാണ് അത്. അതുപോലെ തന്നെ കൊടുക്കുവാൻ ശ്രമിക്കുക.
പിന്നെ എല്ലാത്തിൻ്റെയും ഒപ്പം ഞാൻ എഴുതി വെക്കുന്നുണ്ട് കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ആർട്ട് ഇന്റഗ്രേറ്റഡ് ലേണിങ്ങും. ഇത് രണ്ടും എല്ലാ പാഠത്തിന്റെയും അഥവാ ഗദ്യായാലും പദ്യായാലും അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ പോകേണ്ടതാണ്. അപ്പൊ അശ്വമേധം പഠിപ്പിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ വേണം അശ്വമേധം കുട്ടികളിലേക്ക് എത്തിക്കുവാൻ എന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് അശ്വമേധത്തില് വെറുതെ 1-2 ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് തരുന്നത്. അതിനേക്കാൾ കഴിവ് തെളിയിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുമെന്നറിയാം. ഇപ്പൊ ആധുനിക കാലത്തും സർഗപ്രതിഭകൾ ഭരണകർത്താക്കളുടെ കിരാതമായ നിയമങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നു. ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. അപ്പൊ കുട്ടികൾക്ക് അത്തരത്തിലുള്ള വാർത്തകൾ കുട്ടികൾ തേടിപ്പിടിക്കട്ടെ, അവർ അറിയട്ടെ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവര് നോക്കി കാണട്ടെ, അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് അവർ തന്നെ കണ്ടെത്തട്ടെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദാഹരണ സഹിതം അവരോട് വ്യക്തമാക്കാൻ പറയാം. അതുപോലെ തന്നെ ചരിത്ര ക്ലാസ്സുകളിൽ അവർ ഒരുപാട് ചരിത്ര, അതായത് റഷ്യൻ വിപ്ലവം ആയിക്കോട്ടെ, ഫ്രഞ്ച് വിപ്ലവം ആയിക്കോട്ടെ, ഒക്കെ അവർ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് 9-10 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള തത്വചിന്തകരുണ്ടായിരിക്കും. അവരുടെ സാഹിത്യ സംഭാവനകൾ എന്തെല്ലാമാണ് എന്ന് നോക്കിക്കണ്ട് അറിയാൻ പറയുക. അപ്പൊ അതൊക്കെ കഴിവ് തെളിയിക്കുന്ന ചോദ്യങ്ങളായിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ വെറുതെ 1-2 ഉദാഹരണങ്ങൾ മാത്രം തരികയാണ്. അതുപോലെ തന്നെ നമുക്ക് കലാസംയോജിത പഠനത്തിന്റെ ഭാഗമായിട്ട് വയലാറിന്റെ കവിതകളുടെ ആലാപനം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ വയലാറിന്റെ ചലച്ചിത്ര ഗാനാലാപനം, വയലാർ ഡോക്യുമെന്ററി നിർമ്മാണം. നമുക്കൊക്കെ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വയലാറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി കുട്ടികൾ തന്നെ വായിക്കട്ടെ, കൃതികൾ വായിച്ച് വയലാറിനെ കുറിച്ചൊക്കെ അറിഞ്ഞ് അവർ തന്നെ ഒരു ഡോക്യുമെന്ററി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തയ്യാറാക്കുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോഴൊക്കെ ഒരുവിധം സ്കൂളുകളിലൊക്കെ നമുക്ക് പാനൽ ബോർഡും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ തയ്യാറാക്കുന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ അവരൊരു ഡോക്യുമെന്ററി ഒക്കെ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഒരു കവിയെ കുറിച്ചും അതുപോലെ എഴുത്തുകാരനെ കുറിച്ചും കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് അവർ ആഴത്തിൽ ആ കവിയെ മനസ്സിലാക്കുക. എത്രയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അറിവ് അത് വളരെ വലുതാണ്. അപ്പൊ അങ്ങനെ അതിപ്പോ ഈ ഒരു അശ്വമേധത്തിന് അല്ലെങ്കിൽ വയലാറിനെ കുറിച്ചെന്ന് മാത്രമല്ല ഏതൊരാളെ കുറിച്ചായാലും അവർ കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് ഇതുപോലെയുള്ള എന്താ പറയാ ഡോക്യുമെന്ററികൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു അവതരണമായിക്കോട്ടെ എങ്ങനെയായാലും കുട്ടികളോട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ ഒരു താല്പര്യമുള്ള കുട്ടികളോട് പറയുക. എല്ലാവരും ഒന്നും ചിലപ്പോൾ ചെയ്തു എന്ന് വരില്ല. പക്ഷെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നമ്മൾ കുട്ടികളെ തിരിക്കുകയാണെങ്കിൽ എന്തായാലും ആ ഗ്രൂപ്പിൽ ഒരു 6 പേരുള്ള ഗ്രൂപ്പിലാണെങ്കിൽ 3 പേരെങ്കിലും അതിൽ താല്പര്യം കാണിക്കുക. അപ്പൊ ബാക്കി 3 പേരും ഇവരുടെ ഒപ്പം അങ്ങ് കൂടിക്കോളും. മുഴുവൻ ചെയ്തില്ലെങ്കിലും കുറച്ചെങ്കിലും അവർ ചെയ്യും. അങ്ങനെ കുട്ടികൾക്ക് ആ ഒരു താല്പര്യം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഇനി പ്ലാവിലക്കഞ്ഞിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഒരു ഇത് പഠിപ്പിക്കാൻ അടുത്ത കാലത്തൊന്നും നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോ ജ്ഞാനപീഠ ജേതാക്കളെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് കൊടുക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പാഠഭാഗം ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നോവൽ പ്രസ്ഥാനത്തിന്റെ ആരംഭവും അതുപോലെ നോവൽ പ്രസ്ഥാനം എന്നുള്ള കൃതിയും എവിടെയാണ് നോവൽ ആരംഭിച്ചത് അതൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രന്ഥകാരന്റെ ഇതര കൃതികളെ പരിചയപ്പെടുത്തണം. അതെല്ലാ പാഠങ്ങൾ പഠിപ്പിക്കുമ്പോഴും ആ ഗ്രന്ഥകാരന്മാരുടെ ഇതര കൃതികൾ പരിചയപ്പെടുത്തണം. പ്രാചീന കേരളത്തിൽ ആ ജന്മി കുടിയാൻ ബന്ധം, നമ്മള് ഇപ്പൊ പറയും നവോത്ഥാനം ഉണ്ടായി, നവോത്ഥാനത്തിലൂടെ നമ്മൾ ഉയർന്നു വന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും CBSE കുട്ടികൾ ഒട്ടും കേരള ഹിസ്റ്ററി അവർക്ക് എന്താണെന്ന് അറിയില്ല. അവർ കേരള ഹിസ്റ്ററി പഠിക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഇങ്ങനെയും ഒരു ഇരുണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജാതി ചിന്തയും ജന്മി കുടിയാൻ ബന്ധവും ഒക്കെ അതിക്രൂരമായ രീതിയിൽ ഇവിടെ നടപ്പിലാക്കപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് അത്ഭുതമാണ്. കാരണം അവർ ഇന്ന് കാണുന്ന കേരളം അങ്ങനെയല്ല, വളരെ സുന്ദരമായ ഒരു കേരളമാണ്. അപ്പൊ ഇങ്ങനെയും ഒരു കേരളം ഉണ്ടായിരുന്നു എന്നുള്ളത് അവർക്കൊരു വലിയ അറിയുന്നില്ല. പറയുമ്പോൾ പലപ്പോഴും അത്ഭുതമാണ് അവർക്ക്. അപ്പൊ ഇത്തരത്തിലുള്ള കൃതികൾ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകണം. എങ്ങനെയാണ് കർഷകർ അന്നത്തെ തൊഴിലാളികളുടെ അവസ്ഥ എന്തായിരുന്നു? ഇപ്പൊ മെയ് 1 തൊഴിലാളി ദിനം എന്ന് പറഞ്ഞിട്ട് മുടക്ക് കിട്ടുന്നു എന്ന് പറയുന്നതല്ലാതെ എന്തായിരുന്നു തൊഴിലാളികളുടെ അവസ്ഥ? കേരളത്തിലും അത് എവിടെയോ നടന്ന ഒരു തൊഴിലാളി സമരത്തിന്റെ ഭാഗമായിട്ട് ഒരു തൊഴിലാളി ദിനം വന്നു എന്നല്ലാതെ ഇവിടെയും ഉണ്ടായിരുന്നു, അത്തരം കഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു, തൊഴിലാളികൾ വല്ലാതെ വേദനിച്ചവരുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടിയവരുണ്ട് എന്നൊക്കെയുള്ള. അതുപോലെ തന്നെ ഈ ഒരു കൃതിയെ പറ്റി നമ്മൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ അതിൽ ചിരുത എന്ന് പറയുന്ന ആ ഒരു താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾ നേരിട്ടിരുന്ന ചൂഷണം അതൊരു വലിയ കാര്യമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരിലേക്ക് എത്തിക്കണം. കാരണം സ്ത്രീ എന്ന് പറയുമ്പോൾ പകൽ സമയത്ത് തൊട്ടാൽ അയിത്തമായി നീക്കി നിർത്തപ്പെടുന്ന ചിരിതമാരെ പോലെയുള്ള താഴ്ന്ന സ്ത്രീകൾ രാത്രി തങ്ങളുടെ ചെറ്റക്കൊടിയിൽ പൊളിച്ചു അല്ലെങ്കിൽ അകത്തി വരുന്ന തമ്പുരാക്കന്മാരുടെ ശല്യം സഹിക്കാൻ കഴിയാത്തവരായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീകള് എല്ലാ കാലഘട്ടത്തിലും അവർ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് പല രീതിയിലും വിധേയമാക്കപ്പെട്ടിരുന്നു എന്നുള്ള ആ ഒരു അറിവ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. കാരണം അങ്ങനെ ഒരിക്കലും ചൂഷണത്തിന് വിധേയമാക്കപ്പെടേണ്ടവരല്ല അമ്മമാരും പെങ്ങന്മാരും എന്നുള്ള ആ ഒരു അറിവിലേക്ക് കുട്ടികളെ എത്തിക്കണം. അപ്പൊ എത്രയോ കാലഘട്ടങ്ങളായിട്ടും ഈ സ്ത്രീകൾ ഇങ്ങനെ ദുഃഖവും ദുരിതവും അനുഭവിച്ചു വരികയാണ്. ഇനിയും അവർക്ക് ഉയരണം, ഇനിയും അവർ മാറണം എന്നുള്ള ഒരു ബോധം അവർക്ക് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ദാരിദ്ര്യം
ദാരിദ്ര്യത്തിന്റെ തീവ്രത നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് അറിയുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ CBSE വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി വളരെ അപൂർവം സ്കൂളുകളിലെ കുട്ടികൾ മാത്രമേ കുറച്ചൊരു പുറകിൽ നിൽക്കുന്നവരുണ്ടാവുള്ളൂ. ഒരു ഇടത്തരം അല്ലെങ്കിൽ അതിന് മുകളിലുള്ള കുഞ്ഞുങ്ങളാണ് CBSE വിദ്യാലയങ്ങളിൽ. വിശപ്പ് എന്താണെന്നോ ദാരിദ്ര്യം എന്താണെന്നോ അവർക്ക് അറിയുന്നില്ല. അപ്പൊ ഈ ഒരു ദാരിദ്ര്യാവസ്ഥ ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്താ പറയാ, അടുപ്പ് പുകയാത്ത ദിനങ്ങൾ, അല്ലെങ്കിൽ വെറും കുറച്ചരി മാത്രം ഇട്ടിട്ട് ആ വെള്ളം കൊണ്ട് വീട്ടിലുള്ള എല്ലാവരും കുടിച്ചിരുന്ന കാലഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ദാരിദ്ര്യത്തിന്റെ തീവ്രത, ഇതെല്ലാം നമുക്ക് പ്ലാവിലക്കഞ്ഞി എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നു. അതേ ജന്മി കുടിയാൻ ബന്ധം, കേരളത്തിലെ കാർഷിക സംസ്കാരം, നമ്മുടെ കാർഷിക സംസ്കാരം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. നമ്മുടെ കൃഷി, ആ കൃഷിഭൂമി ഇന്നത്തെ ആധുനിക തലമുറയ്ക്ക് അതിനോട് താല്പര്യമില്ല. എന്നാൽ അതേസമയം നമ്മൾ നോക്കുമ്പോൾ എന്താ പറയാ, വളരെ നല്ല രീതിയിലുള്ള ചില മാറ്റങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. നല്ല ഉയർന്ന രീതിയിൽ പഠിപ്പ് നേടിയ കുട്ടികളും തിരിച്ച് കാർഷിക സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതും കുട്ടികളെ നമ്മൾ പരിചയപ്പെടുത്താൻ ഈ ഒരു പാഠഭാഗം കൊണ്ട് ഉപയോഗിക്കണം. കാരണം ആ ഒരു കാർഷിക സംസ്കാരം നമ്മളിൽ ഉണ്ടാവണം. അത് നമ്മളിൽ നിന്ന് തീരെ വേറിട്ട് പോയാൽ നമ്മളൊക്കെ യന്ത്രസമാനരായി മാറും. അപ്പൊ അതൊക്കെ ഈ പഴയ കാലഘട്ടം പറയുന്നതോടൊപ്പം തന്നെ ആധുനിക കാലഘട്ടത്തിൽ കാണുന്ന നമുക്ക് എന്താ പറയാ സന്തോഷം തോന്നുന്ന ആശാവഹമായിട്ടുള്ള ചില മാറ്റങ്ങളും കാർഷിക സംസ്കാരത്തിൽ വരുന്നുണ്ട്. ആധുനിക തലമുറയിലുള്ള കുട്ടികൾ അതിലേക്ക് ആകൃഷ്ടരാകപ്പെടുന്നുണ്ട്. അതും കുട്ടികളെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ സാധിക്കുമെങ്കിൽ ഈ പ്ലാവിലക്കഞ്ഞി പോലുള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് കൃഷിയൊക്കെ ഒന്ന് കുട്ടികളെ നേരിട്ട് അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാഠങ്ങളിലേക്ക് കൊണ്ടുപോകാനും, ആ ഞാറിട്ട സമയത്തുള്ള എങ്ങനെയാണ് ഞാറിന്റെ വളർച്ച, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞൊക്കെ ഒന്ന് കൊണ്ടുപോകുക, അങ്ങനെയൊക്കെ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. കാരണം ഒരു കറ്റ കെട്ടിവെച്ചു എന്ന് പറയുമ്പോൾ എന്താണ് കറ്റ എന്ന് അറിയാത്തവരുണ്ട്. ഒരു നെൽക്കതിര് നേരിട്ടിട്ട് കാണുകയോ തൊടുകയോ ചെയ്യാത്തവരാണ് 80% കുട്ടികളും. അപ്പൊ അതൊക്കെ അവരെ കാണിക്കുക. നെല്ല് നമ്മൾ എങ്ങനെയാണ് ഒരു നെല്ല് അരിയായി മാറുന്നത്, അതിന്റെ എന്തൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്, ഇതൊന്നും നമ്മുടെ കുട്ടികൾക്ക് അറിയുന്നില്ല. അപ്പൊ സാധിക്കുമെങ്കിൽ പാടൊക്കെ അടുത്തുള്ള സ്കൂളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാർഷിക വൃത്തിയുടെ ഭാഗമാക്കി നമ്മുടെ മക്കളെ മാറ്റുവാനും കൂടെ വളരെ പൂർവ്വം സ്കൂളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതും വളരെ നല്ല കാര്യമായിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. കാരണം ഇത് ഇടയിൽ സ്ലൈഡ് വന്നതാണ്, അത് അവസാനം വിചാരിച്ചിട്ടുള്ള സ്ലൈഡായിരുന്നു. അതുപോലെ തന്നെ ഇനി ഇവരുടെ പ്ലാവിലക്കഞ്ഞിനെ നമ്മൾ നോക്കുമ്പോൾ കഴിവ് തെളിയിക്കുന്ന, അതായത് കുട്ടികളുടെ കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യനെയാണ് നമ്മൾ കഴിവ് തെളിയിക്കുന്ന ചോദ്യങ്ങൾ എന്നുള്ള മലയാളീകരിച്ചിട്ടുള്ളത്. അപ്പോ അതിൽ നമുക്ക് ചോദിക്കാവുന്ന 1-2 ചോദ്യങ്ങളാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ചിരിതമാരെ കാണുവാൻ കഴിയുന്നു. ഈ പ്രസ്താവനയുടെ സാങ്കത്യം വിവരിക്കുക. ചിരിതമാർ എന്ന് പറയുമ്പോൾ ആ ഒരു കാർഷിക അല്ലെങ്കിൽ താഴ്ന്ന ജാതി എന്ന് മാത്രമല്ല, നമ്മൾ അത്രയും കഷ്ടപ്പെടുന്ന തീവ്രമായ രീതിയിൽ ചൂഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സ്ത്രീകൾ ഇന്നും നമുക്കിടയിലുണ്ട്. അതൊക്കെ ഒന്ന് അവർ കുട്ടികളൊന്ന് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അപ്പോൾ സ്ത്രീകളോടുള്ള അവരുടെ മനോഭാവത്തിൽ കുറെ മാറ്റം വരാൻ സാധിക്കും. അതുപോലെ തന്നെ കോരൻ എന്ന പേരിൽ പോലും താഴ്ന്നവന്റെ വേദന ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, വിശദീകരിക്കുക. അതൊക്കെ നമ്മൾ ടീച്ചർമാർ ക്ലാസ്സിൽ പറയുന്ന സമയത്ത് നമുക്കറിയാം, സ്വന്തം ജനിക്കുന്ന കുഞ്ഞിന് ഒരു പേരിടാനുള്ള അവകാശം പോലും അന്ന് താഴ്ന്ന ജാതിയിൽ ഉള്ളവനുണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ വരുന്ന ചില പേരുകളാണ് ഇങ്ങനെയുള്ള പേരുകളൊക്കെ. അപ്പൊ അതൊക്കെ നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ, ആ ഹിസ്റ്ററി, നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ കുട്ടികളിലേക്ക് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരങ്ങൾ കുട്ടികൾ തന്നെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം അവർ ആ ക്ലാസ്സുകളിൽ നിന്ന്, ടീച്ചർ പറഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് അവർക്ക് കണ്ടെത്താൻ സാധിക്കും. സാമൂഹികമായും സാമ്പത്തികമായും താഴെത്തട്ടിൽ നിൽക്കുന്നവർ ഇന്ന് സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് എഴുതുക. ഇപ്പോഴും നമ്മൾ കാണുന്നതാണ്, സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും താഴെത്തട്ടിലുള്ളവരാണെങ്കിൽ അവര് ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു. അത് കുട്ടികൾ അവരുടെ അനുഭവത്തിൽ നിന്ന് തന്നെ എഴുതട്ടെ. അവർക്ക് ഉണ്ടായതായിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ അവര് നേരിട്ടിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ അവർക്ക് കാണാനിട വന്നിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് എഴുതട്ടെ. അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളോട് സംസാരിച്ചിട്ടായാലും അവർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ കലാസംയോജിത പഠനത്തിൽ നമുക്കിതുപോലെ ഡോക്യുമെന്ററി തയ്യാറാക്കിക്കാം. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം, ഇപ്പൊ നമ്മുടെ നെൽകൃഷി എന്നൊക്കെ പറയുമ്പോൾ പുഞ്ച, വിരിപ്പ്, മുണ്ടകൻ, ഇതൊക്കെ എന്താണ്, ഏത് മാസം തുടങ്ങി ഏത് മാസമാണ് അവസാനിക്കുക, അത് മുണ്ടകൻ പാടം എന്ന് പറയുമ്പോൾ ആ പാടത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, വിരിപ്പ് കൃഷി എന്ന് പറയുമ്പോൾ എത്തരത്തിലുള്ള ഭൂമിയിലാണ് അത് ചെയ്യുന്നത്, ഇതൊന്നും നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല.
അപ്പോൾ കുട്ടികൾക്കെന്നല്ല, നമ്മൾ പല അധ്യാപകർക്കും ഇപ്പൊ അത് അറിയാത്ത കാര്യങ്ങൾ തന്നെയാണ്. കാരണം അതൊക്കെ നമ്മളിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കുട്ടികൾ ഡോക്യുമെന്ററി തയ്യാറാക്കുവാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അവരുടെ നാട്ടിലൊക്കെയുള്ള കർഷകരായിട്ടുള്ള പ്രായമേറിയ കർഷകരൊക്കെ ഉണ്ടാവും, അവരെ കണ്ട് അവർ സംസാരിക്കട്ടെ. അതുപോലെ തന്നെ ഈ പാഠഭാഗത്തെ ഒരു സിനിമയായി വന്നിട്ടുള്ള പാഠഭാഗമാണ്. പക്ഷെ കുട്ടികളുടേതായ രീതിയിൽ ഒരു തിരക്കഥ തയ്യാറാക്കിയിട്ട് നാടക രൂപത്തിൽ അവരോട് അവതരിപ്പിക്കാൻ പറയാം. അങ്ങനെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് മറക്കില്ല, പിന്നെ അവരത് ഒരിക്കലും അവരുടെ ഓർമ്മയിൽ നിന്ന് പോവില്ല. കാരണം അവർ തന്നെ കൂട്ടം കൂടി എന്നിട്ട് തിരക്കഥ ഉണ്ടാക്കുന്നു. അപ്പൊ ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കാൻ താല്പര്യമുള്ള ഒരു ഒരു ഗ്രൂപ്പിനെ നമ്മൾ അതിനെയൊക്കെ ആയിട്ട് വിടുന്നു. എന്നാൽ നാടക രൂപത്തിൽ അവതരിപ്പിക്കേണ്ട കുട്ടികൾ, തിരക്കഥ എഴുതേണ്ട ഒരു ടീം ഉണ്ടാവും, അവർ തിരക്കഥ സൃഷ്ടിക്കട്ടെ. ആ തിരക്കഥ വെച്ചിട്ട് അഭിനയിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ അഭിനയിക്കട്ടെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് കുട്ടികളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലും. കലാസംയോജിത പഠനത്തിന്റെ ലക്ഷ്യം തന്നെ നമുക്കറിയാം, ഒരു മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. എന്തെങ്കിലും നമ്മൾ ലെക്ചർ ചെയ്താൽ മാത്രം പഠിക്കുന്ന കാലഘട്ടമല്ല. കുട്ടികൾ പലതരത്തിലുള്ള ബുദ്ധിയാണ്. ചിലർക്ക് കേട്ട് പഠിക്കണം, ചിലർക്ക് കണ്ടുപഠിക്കണം, ചിലർക്ക് അനുഭവിച്ചു പഠിക്കണം, ചിലർക്ക് അത് മറ്റുള്ളവരുടെ പഠിപ്പിച്ചു കൊടുത്ത് പഠിക്കണം. അങ്ങനെ പല രീതിയിലാണ് കുട്ടികളുടെ ആ ഒരു ബുദ്ധി നിൽക്കുന്നത്. അപ്പൊ ആ ബുദ്ധിക്കൊക്കെ അനുസരിച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോ ലെസനോടനുബന്ധിച്ചിട്ട്, അപ്പൊ നമുക്ക് ചോദിക്കും, അയ്യോ ഇത്രയൊക്കെ ലെസൺ പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ ഇതിനൊക്കെ സമയം കിട്ടുമോ? നമ്മൾ എപ്പോഴും നമ്മുടെ പ്രശ്നം അതാ, നമ്മൾ പഠിപ്പിക്കുന്നു. അതായത് ഒരുപാട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് വരുമ്പോ എന്താ അറിയോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സമയം കിട്ടില്ല. ഒരുപാട് പറഞ്ഞു കൊടുക്കണ്ട, കുറച്ച് പറഞ്ഞു കൊടുക്കൂ, കൂടുതൽ അവർ കണ്ടെത്തട്ടെ. അങ്ങനെ വരുമ്പോഴാണ് ആ പഠനം ശരിയായ രീതിയിലേക്ക് പോവുക. ആ ഒരു പഴയ കാലഘട്ട സമ്പ്രദായമാണ്. നമ്മൾ ചെല്ലുന്നു, പാഠം തുറക്കുന്നു, നമ്മൾ ലെസണുകൾ ഓരോരോ വാക്യങ്ങളായിട്ട് വായിക്കുന്നു, അത് വ്യാഖ്യാനിക്കുന്നു, അതിന് കൂടുതൽ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. അതിനേക്കാൾ ഉപരി അവരോട് അത് കണ്ടെത്തുവാൻ ആവശ്യപ്പെടുക, അവർക്ക് പ്രവർത്തനങ്ങൾ കൊടുക്കുക. ഇപ്പൊ ഈ ഒരു കാര്യം തന്നെ കുട്ടികളൊന്ന് വായിക്കട്ടെ. പ്ലാവിലക്കഞ്ഞി അവർക്ക് വായിക്കുമ്പോൾ അപൂർവം ചില ഭാഗങ്ങളിൽ അവർക്ക് തീരെ അർത്ഥം കിട്ടാത്ത വാക്കുകളുണ്ട്, അത് അവർ ചോദിക്കട്ടെ, അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഗ്രൂപ്പായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എല്ലാം കഴിയുമ്പോൾ നോക്കി വെക്കുകയുള്ളൂ. കാരണം എഴുതാൻ താല്പര്യമുള്ള കുട്ടികൾ അവരൊരു കൂട്ടമായിട്ടിരുന്ന് അതിനെ തിരക്കഥയാക്കി മാറ്റാണ്. അഭിനയിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ആ തിരക്കഥ ഉപയോഗിച്ചിട്ട് അവരത് അഭിനയിക്കുകയാണ്. അതേപോലെ ഇതൊന്നും വേണ്ട, ഞങ്ങൾ ഇതാ കേരളത്തിലെ കാർഷിക പാരമ്പര്യത്തെ കുറിച്ച് അന്വേഷിക്കാൻ പോവാണ്, അവർ പോയി അതിനെക്കുറിച്ച് അറിഞ്ഞു വരുന്നു. അപ്പൊ എല്ലാം കൂടി ആവുമ്പോൾ കുട്ടികൾക്ക് നല്ല അറിവാണ് അതിലൂടെ കിട്ടുക. അപ്പൊ നമ്മളുടെ ആ ഒരു ടീച്ചിങ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ ഓഫ് ടീച്ചിങ്ങിന് നല്ല മാറ്റം വരുത്തേണ്ട കാലഘട്ടം ആയിക്കഴിഞ്ഞു. കാരണം പഴയ കാലത്ത് നമ്മൾ ഇങ്ങനെ ടീച്ചറെ നോക്കിയിരുന്ന പോലെ നോക്കിയിരിക്കുന്ന കുഞ്ഞുങ്ങളല്ല. പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോഴത്തെ റീലുകളുടെ തലമുറയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അറ്റൻഷൻ സ്പാൻ വളരെ വളരെ കുറഞ്ഞു. പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാരും വീട്ടിലൊക്കെ അങ്ങനെ വലിയ വലിയ കഥകൾ പറഞ്ഞത് നമ്മൾ ആ കഥ മുഴുവൻ കേട്ടിരിക്കും, കാരണം നമുക്കത് ഇഷ്ടമാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അത്രയ്ക്ക് വലിയ കഥ കേൾക്കാൻ ഇഷ്ടമല്ല. പക്ഷെ ചുരുക്കി പറയും, ചുരുക്കിയിട്ടാണ് അവർക്ക് എല്ലാം ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നീണ്ട് ക്ലാസ് എടുത്ത് പോവുകയാണെങ്കിൽ അവർക്ക് അത് ആസ്വദിക്കാൻ പറ്റും. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് അവർ മുന്നേറുന്നതെങ്കിൽ അതൊരിക്കലും പ്ലാവിലക്കഞ്ഞി എന്നും അവരുടെ തലയിൽ ഉണ്ടായിരിക്കും, അത് അവിടുന്ന് പോവില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോവാൻ ശ്രമിക്കണം. എല്ലാ ലെസനുകളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ പാവങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം വിവർത്തന സാഹിത്യത്തിന്റെ ഏതാണ്ട് ഒരു ആരംഭം എന്ന് തന്നെ പറയാം. അദ്ദേഹം നാലപ്പാട്ട് നാരായണമേനോൻ അതങ്ങ് ചെയ്തതോട് കൂടിയിട്ടാണ് ഒരു മാറ്റം തന്നെയാണ്. വേറൊരു വൈദേശികമായിട്ടുള്ള ഒരു കൃതിയെ ഇത്രയും ഇതിലേക്ക് നമ്മുടെ ഭാഷയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതൊരു വലിയ പരിചയപ്പെടുത്തൽ തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് അദ്ദേഹത്തിനോട് കൂടിയിട്ട് ആ ഒരു തറവാടിനെ കുറിച്ച് പറഞ്ഞു നിർത്താൻ പറ്റില്ല. പിന്നീട് ആ തറവാട്ടിലുള്ള അടുത്തടുത്ത എല്ലാം എന്താ പറയാ, അങ്ങനെ ഒരു തറവാട് മുഴുവൻ എഴുത്തുകാർ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ബാലാമണിയമ്മയെ പറ്റി പറയാൻ പറ്റുന്നു നമുക്ക്, അതുപോലെ തന്നെ മാധവിക്കുട്ടിയെ പറ്റി പറയാൻ സാധിക്കുന്നു. എല്ലാം അതും നമുക്ക് പറഞ്ഞു പോകണം. അപ്പൊ തീർച്ചയായിട്ടും ആ സാഹിത്യ തറവാട് പരിചയപ്പെടുത്താൻ ശ്രമിക്കണം. തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് കുട്ടികളെ കൊണ്ടുപോകാനും കാണിക്കാനും കഴിയുന്ന, ഇപ്പൊ നമ്മൾ ഇതൊക്കെ ഏറ്റെടുത്തിട്ടുള്ള കാരണം സർപ്പക്കാവ് എല്ലാം അവിടെ ഉണ്ട്, നമുക്ക് കാണിക്കാൻ പോലും പറ്റുന്ന ഒരു എന്താ പറയാ പഠനയാത്രയുടെ ഭാഗമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ തത്വചിന്ത, പ്രയോഗ ഭംഗി, വൈദേശിക സാഹിത്യത്തെ പരിചയപ്പെടുത്തുക, ദരിദ്രൻ എന്ന അവസ്ഥയുടെ ദയനീയത. നമ്മള് പ്ലാവലക്കഞ്ഞയിലും വരുന്നുണ്ട് ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അവിടെ. വെച്ചാൽ ഇവിടെ ദരിദ്രൻ എന്ന അവസ്ഥയുടെ ദയനീയതയാണ്. അവിടെ ദാരിദ്ര്യമാണ്, ചിരുതി ആയിക്കോട്ടെ കൊരനായിക്കോട്ടെ, അവര് ദരിദ്രരാണ്, കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ റാങ്ങിന്റെ ആ ഒരു ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഒരു അവസ്ഥ വരുന്നത്? ആ ഒരു ദാരിദ്ര്യത്തിന്റെ മൂർധന്യത്തിൽ പെങ്ങളെ നോക്കണം, പെങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കണം,
ഒന്നും പറ്റാതെ ഒരു ബ്രെഡ് അല്ലെങ്കിൽ ബണ്ണ് മോഷ്ടിച്ചതിന് മറ്റും 19 വർഷമാണ് ജയിലിൽ. 5 വർഷം കിടക്കുന്നു. അത് കഴിയുമ്പോൾ വീണ്ടും ജയിലിൽ ചാടാൻ ശ്രമിക്കുന്നു. ജയിലിൽ ചാടാൻ ശ്രമിക്കുന്നത് ഒരിക്കലും തനിക്ക് പുറത്തു പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് എന്റെ പെങ്ങളും കുട്ടികളും അവരെ എന്നെ ആശ്രയിച്ചിട്ട് അവരുടെ അവസ്ഥ എന്താവും. അപ്പോ അങ്ങനെ 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 നമ്മൾ നോക്കുമ്പോഴേ ദരിദ്രൻ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഒടുവിൽ ജയിലിൽ ചാടി കഴിയുമ്പോൾ അയാൾക്കൊരു കാർഡ് ഉണ്ട്, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത് ആളാണെന്ന്. അപ്പൊ ഇയാൾ ഒരു സ്ഥലത്തേക്ക് ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ മറ്റുള്ളവര് ഇയാള് ജയിലിൽ കിടന്ന ആളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇയാളുടെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥ, ഈ ദരിദ്രൻ എന്നുള്ളതിന്റെ അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും സമ്പന്നരൊന്നും ആയിട്ടില്ല. ദാരിദ്ര്യവും ദാരിദ്ര്യാവസ്ഥ വല്ലാത്ത ദയനീയമായിട്ട് തന്നെ നമ്മുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും. ആ ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കുട്ടികളെ കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുകയും വേണ്ടി വരും. അപ്പൊ അത്തരം കാര്യങ്ങൾ പാവങ്ങൾ പഠിപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ ആഴത്തിലേക്ക് സമൂഹത്തിലെ ഉള്ളവന് അറിയാത്ത ഇല്ലാത്തവന്റെ വേദന നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാൻ ഈ 2 പാഠഭാഗങ്ങളും നമ്മളെ സഹായിക്കും. അത് നമ്മളെ എത്രത്തോളം തീവ്രമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുന്നു, അത്രയും തീവ്രമായിട്ടാണ് അത് കുട്ടികൾ ഉൾക്കൊള്ളുക എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇവിടെ നമുക്ക് കഴിവ് തെളിയിക്കുന്ന അല്ലെങ്കിൽ കോമ്പിറ്റൻസി ബേസ്ഡ് ദാരിദ്ര്യത്തിന്റെ പേരിൽ നടക്കുന്ന മോഷണങ്ങൾ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് ഒന്ന് അവരുടെ അഭിപ്രായങ്ങൾ എഴുതി വിശദീകരിക്കാം. അവർക്ക് ഉണ്ട് അതിന് ശിക്ഷ കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ വിശദീകരിക്കാം. അതല്ല ശിക്ഷ കൊടുക്കാൻ പാടില്ലെങ്കിൽ അതിനെ ആ രീതിയിൽ തന്നെ അവർ വിശദീകരിക്കട്ടെ. അതുപോലെ തന്നെ മെത്രാന്റെ പ്രവൃത്തിയെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ആ വെള്ളിക്കാലുകൾ സമ്മാനിക്കുന്ന ആ ഒരു പ്രവൃത്തിയെ നിങ്ങൾക്ക് അനുകൂലിക്കാൻ സാധിക്കുന്നുണ്ടോ? അതിനെ സമർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മോഷണത്തിന്റെ പേരിൽ ഇത്രയും ശിക്ഷ നേടിയ അങ്ങനെ പറ്റി പറയുമ്പോൾ നമ്മൾ മറക്കാതെ പറയേണ്ടതാണ്, നമ്മുടെ കേരളത്തിൽ അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മോഷണകുറ്റം ആരോപിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ മധു എന്നിട്ടുള്ള ആദിവാസി യുവാവ്. ഇവരെയൊക്കെ നമുക്ക് ഈ സമയങ്ങളിലാണ് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുക. കുട്ടികൾക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നു ഇതൊക്കെ പണ്ട് നടന്ന വേറെ നാട്ടിൽ നടന്ന കാര്യമല്ല, ഇവിടെയൊന്നും അങ്ങനെയില്ല, നമ്മുടെ നാട്ടിലും നടക്കുന്നു. ധനികരായവരാണ് തല്ലിക്കൊല്ലുന്നവര്, ഒരു പാവം. അപ്പോ നമുക്ക് അവന്റെ ഫോട്ടോ അടക്കം കാണിച്ചു കൊടുക്കുക. അപ്പോഴാണ് കുട്ടികൾക്ക് ദരിദ്രന്റെ ദയനീയത കുട്ടികളിലേക്ക് എത്തുക. നമ്മുടെയൊക്കെ കണ്ണിൽ നിൽക്കുന്നുണ്ട് ഇല്ലേ, ചുറ്റിക്കെട്ടിയ കയറുകളാൽ ഇങ്ങനെ ഇതായിട്ട് ബന്ധിതനായി നിൽക്കുന്ന ആ ഒരു പാവം ആദിവാസി യുവാവിന്റെ ചിത്രം നമ്മുടെയൊക്കെ കണ്ണിൽ, ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ കണ്ണിൽ വരുന്നുണ്ടാവും. അത് നമ്മുടെ കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല, വളരെ അപൂർവം കുട്ടികളെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അവർക്കത് കാണിക്കും. ഇന്നും നേരിടുന്നു കുഞ്ഞുങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ, അല്ല ഇന്നും ഇതുപോലെയുള്ള ദാരിദ്ര്യത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നവർ ഇന്നും നമ്മുടെ നാട്ടിലും ഉണ്ട് എന്നുള്ള ഒരു അറിവ് കുട്ടികൾക്ക് കൊടുക്കണം. കാരണം വിശക്കുന്നവന്റെ വേദന നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. വിശക്കുന്നവൻ എന്തെങ്കിലും എടുത്തതിന്റെ പേരിൽ അവനെ തല്ലിക്കൊല്ലുമ്പോൾ അവൻ അനുഭവിക്കുന്ന വേദന എത്രത്തോളം തീവ്രമാണെന്ന് നമ്മൾ വേണം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ. കാരണം അടികൊള്ളാതെയാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ വളരണത്. ഇപ്പോഴും വളരെ ദുഃഖം തോന്നുന്ന കാര്യമാണ്, കുട്ടികൾക്ക് അടി കിട്ടുന്നില്ല. കുട്ടികളെ അച്ഛനമ്മമാരെ അടിക്കുന്നില്ല, അധ്യാപകർക്ക് പിന്നെ തൊടാനേ പറ്റാത്തൊരവസ്ഥയാണ്. അടികൊള്ളുന്നില്ല. ഒരു ശരീരത്തിൽ അടികൊള്ളുമ്പോൾ ഉണ്ടാകുന്ന വേദന അവൻ അനുഭവിച്ച് തന്നെ അറിയണം. അത് അനുഭവിച്ചറിയാത്തതിന്റെ പേരിലാണ് അന്യനെ അടിക്കുവാൻ ഇത്രയും താല്പര്യം കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മള് കഴിഞ്ഞതിൽ തന്നെ ഒരു 10ാം ക്ലാസ് കുട്ടീനെ ഷഹബാസിനെ അടിച്ചു കൊന്നു. അടിച്ചു കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന വേദന ഒരിക്കലും നമ്മുടെ മക്കൾ അറിയുന്നില്ല. കാരണം അവർക്ക് ഒരടി പോലും കിട്ടുന്നില്ല. അപ്പോ അടിച്ചു കൊല്ലപ്പെടുന്നവന്റെ വേദന പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ഇപ്പൊ ഒരു വീട്ടിലെ ഒരു അമ്മയ്ക്കോ അച്ഛനോ മോനെ അടി കൊള്ളുമ്പോൾ ഇത്ര വേദന ഉണ്ടെന്ന് അമ്മ പറഞ്ഞു കൊടുത്താൽ അത് ചിലപ്പോൾ തീവ്രമായിട്ട് കൊള്ളുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഇത്തരം പാഠങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ആ വേദനയുടെ തീവ്രത ഈ കഥാപാത്രങ്ങളിലൂടെയും ആ കഥാപാത്രത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ സമൂഹത്തിലെ ചില വ്യക്തികളിലൂടെയും കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും. അത് നമ്മൾ തീർച്ചയായിട്ടും അധ്യാപകർക്കേ കഴിയൂ, നമുക്കേ സാധിക്കൂ, വേറെ ആരിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കരുത്. കാരണം അതിക്രൂരമായ രീതിയിൽ മറ്റുള്ളവനെ വേദനിപ്പിച്ചു കൊല്ലുന്ന പല 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 ഇതുകളാണ് നമ്മൾ കാണുന്നത്. അത് നമ്മൾ ഒഴിവാക്കിക്കാൻ ഇത്തരം പാഠങ്ങളെ നമ്മൾ പാഠത്തെ പഠിപ്പിക്കുന്നതോടൊപ്പം വിശ്വസാഹിത്യത്തെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം നാലുപാട്ട് തറവാടിനെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം വിവർത്തന സാഹിത്യത്തിന്റെ വിവിധ മേഖലകളെ പരിചയപ്പെടുത്തുന്നതിന്റെ ഒപ്പം തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം ദരിദ്രൻ എന്നുള്ളതിന്റെ അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ അവൻ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും കൂടെ കുട്ടികളിലേക്ക് എത്തിക്കാനും അവർക്കൊരു സഹാനുഭൂതി, ദരിദ്രനോട് ഒരു സിമ്പതി തോന്നിയിട്ട് കാര്യമില്ല, എമ്പതി തന്നെ ഉണ്ടാക്കുവാനും ഇത്തരം പാഠങ്ങൾ സഹായകമാവണം. അതിനിങ്ങനെയുള്ള ചോദ്യങ്ങൾ കൊടുക്കാം. അതേപോലെ തന്നെ അതിലൊരു കലാസംയോജിത പഠനം, ദാരിദ്ര്യത്തിന്റെ ദയനീയത വ്യക്തമാക്കുന്ന ഒരു നാടകം കുട്ടികളെ കൊണ്ട് എഴുതി അവതരിപ്പിക്കുക. നമ്മൾ ബിരിയാണി എന്ന് പറയുന്ന
എനിക്ക് അയ്യോ പെട്ടെന്ന് എഴുതിയ ആളുടെ പേര് എന്റെ നാവൽ വരുന്നില്ല. ആർക്കെങ്കിലും അറിയിച്ചോ എന്ന് പറയാം. ഒരു നമ്മുടെ കേരള സിലബസിന്റെ ഒരു 3-4 വർഷം മുമ്പ് തൃശ്ശൂർ വെച്ചിട്ട് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിൽ തൃശ്ശൂരാണ് നടന്നത്. അന്ന് ആ ബിരിയാണി എന്ന് പറയുന്ന ആ ഒരു നാടകം അവതരിപ്പിച്ചിരുന്നു. കരയാതെ ഓ സന്തോഷിക്കാനാണോ? യെസ് സന്തോഷിച്ചിക്കാനും. എനിക്ക് ആ സന്തോഷ് എന്നുള്ള പേരങ്ങ് വരാതെ അദ്ദേഹത്തിന്റെ ആ നാടകം അന്ന് കോഴിക്കോട് നിന്നുള്ള ടീമാണ് കൊണ്ടുവന്നത്. നാടകം കാണാൻ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് റീജിയണൽ തിയേറ്ററിൽ ഇരുന്നിരുന്നു. ആ നാടകത്തിന്റെ ഒടുവില് ആ ദാരിദ്ര്യത്തിന്റെ ആ ഒരു അവസ്ഥ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞിട്ട് നാടകം കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ എന്റെ കണ്ണു നോക്കാൻ വെള്ളം വരിക. അപ്പൊ ഞാൻ വിചാരിക്കും ദൈവമേ അടുത്തിരിക്കുന്നവരെയൊക്കെ നമ്മൾ എങ്ങനെയാ നോക്കുക. പക്ഷെ തൊട്ടടുത്തൊരു മാഷാണ് ഇരുന്നത് കോഴിക്കോട്. ഞാനിങ്ങനെ കണ്ണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോ ആ മാഷ് എന്നോട് ചോദിക്കുക, കുട്ടികൾ കരയിപ്പിച്ചു അല്ലെ ടീച്ചറെ? ഞാൻ നോക്കുമ്പോ അവിടെ കരയാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോ ദാരിദ്ര്യത്തിന്റെ വേദന അത്രയും തീക്ഷണമായിട്ട് ആ ഒരു നാടകത്തിലൂടെ ആ കുട്ടികൾ നമ്മളിലേക്ക് എത്തിച്ചു. അപ്പൊ അത് ശരിക്കും നമ്മൾ ഉൾക്കൊണ്ടു. ഇതേ ഉൾക്കൊള്ളലുകൾ തന്നെ ക്ലാസ്സുകളിലൂടെ നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കണം. എങ്കിലേ വരുന്ന തലമുറയിൽ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. നമ്മളെപ്പോഴും പറയും നമ്മളാണ് തലമുറയെ വാർത്തെടുക്കുന്നത്, നമ്മളാണ് തലമുറയെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്നിട്ട് നമ്മൾ തന്നെ പറയും ഇപ്പോഴത്തെ തലമുറ ഭയങ്കര മോശമാണ്. അവര് മോശമാവാതെ നോക്കേണ്ടത് നമ്മളാണ്. നമുക്കറിയാം മുഴുവനൊന്നും നമുക്ക് സാധിച്ചു എന്ന് വരില്ല, എങ്കിലും തന്നാലായത് ഒരു അണ്ണാറക്കണ്ണൻ തന്നാലായത് എന്ന് പറഞ്ഞ പോലെ നമ്മളാലായത് നമുക്ക് ചെയ്യാം. നമ്മൾ ഈ ദാരിദ്ര്യത്തിന്റെ വേദനയും ദുഃഖവും ഒക്കെ ഈ 2 കൃതികളിൽ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന 30 കുട്ടികളിൽ ഒരു 15 കുട്ടികളുടെ മനസ്സിൽ ഒരു ഇളക്കം വരുത്താൻ സാധിച്ചാൽ അതാണ് നമ്മുടെ വിജയം. അതെപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ എഴുതട്ടെ, ദാരിദ്ര്യത്തിന്റെ ദയനീയത വ്യക്തമാക്കുന്ന ഒരു നാടകം അവരങ്ങോട്ട് എഴുതട്ടെ, അവരെ അവതരിപ്പിക്കട്ടെ. അതുപോലെ തന്നെ റാങ് വാൽറാങ് എന്ന വ്യക്തിയെ രംഗത്ത് അവതരിപ്പിക്കുക. ഒരു മോണാക്ട് പോലെയൊക്കെ കുട്ടികൾക്ക് അത് ചെയ്യാൻ കഴിവുള്ള കുട്ടികൾക്ക് അത് അവതരിപ്പിക്കാം. അവര് തന്നെ ആ വേദന ഉൾക്കൊള്ളട്ടെ. അദ്ദേഹം കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ എല്ലാം അദ്ദേഹം തന്നെ റാങ് വാൽറാങ് ക്ലാസ്സിൽ വരികയാണ്, വന്നിട്ട് അങ്ങ് എന്റെ വേദനകൾ പറയാണ്. അങ്ങനെ പറയിപ്പിക്കൂ കുട്ടികളെ കൊണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സംവാദത്തിനുള്ള വിഷയമാണത്. നല്ലൊരു സംവാദം നടത്താം. അദ്ദേഹത്തിന് നൽകിയ ശിക്ഷ ശരിയോ? അതാണ്. അപ്പൊ അവിടെയും കുട്ടികളുടേതായിട്ടുള്ള ആ ഒരു 2 രീതിയിലുള്ള വാദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതൊക്കെ നമുക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന 1-2 പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിങ്ങളുടേതായ രീതിയിൽ നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ, പക്ഷെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ്. അതിന്റെ എല്ലാ തീവ്രതയും എല്ലാ രീതിയിലും അത് കുട്ടികളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. അടുത്തത് പത്രനീതി. പത്രനീതി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പാവങ്ങളായിക്കോട്ടെ, പ്ലാവിലക്കഞ്ഞി ആയിക്കോട്ടെ, അതിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കൊക്കെ അങ്ങോട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നിരുന്നാലും ഒരു പരിധി വരെ നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോ പത്രം എന്നൊന്നും പറയുന്നത് അവർക്കൊരു പത്രമൊക്കെ കാണണേ ഇല്ല, വായിക്കണേ ഇല്ല. ഈവൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല വീടുകളിലും പത്രം വരുത്താത്തവരുണ്ട്. ഒരു സ്റ്റാറ്റസിന്റെ സിമ്പിളായിട്ട് മാത്രം പത്രം വരുത്തുക, അതിനെ മടക്ക് പോലും നിവർത്താതെ അടക്കി വെക്കുക. കുറെ അടക്കി വെച്ച് കഴിയുമ്പോൾ ആരെങ്കിലും പത്രം മേടിക്കാൻ വരുന്നവർ വരുമ്പോൾ എടുത്തു കൊടുക്കുക എന്നുള്ള അവസ്ഥയുണ്ട്. തീരെ പത്രം വായിക്കാത്ത മാതാപിതാക്കളുണ്ട്. കാരണം എല്ലാവരും ഇപ്പോ മൊബൈലിന്റെ പുറകിലാണ്. അതിലെന്തെങ്കിലും വാർത്ത വന്നാൽ കണ്ടു, ഇല്ലെങ്കിൽ ഇല്ല. പുതിയ വാർത്തകളൊന്നും അറിയണമെന്നില്ല. പലപ്പോഴും നമ്മുടെ കുട്ടികളെ നമ്മൾ നോക്കുമ്പോൾ ഒരു 5% കുട്ടികളാണ് കൃത്യമായിട്ട് വാർത്തകൾ വായിക്കുന്നതും വാർത്തകൾ പിന്തുടരുന്നതുമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലാത്ത കുട്ടികൾ ഇപ്പൊ അത് കാണാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ നമുക്ക് പത്രനീതി പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം, ലേഖനങ്ങളെ കുറിച്ച് പഠിപ്പിക്കാം, ഭാഷയിലെ ഗദ്യ സാഹിത്യകാരന്മാരെ കുറിച്ചെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. വായനയുടെ പ്രാധാന്യം, അതുപോലെ തന്നെ പത്രങ്ങളുടെ ആരംഭം എങ്ങനെയാണ്, ആദ്യത്തെ പത്രം ഏതാണ്, അതെങ്ങനെയാണ് വന്നത്, ആധുനിക മാധ്യമങ്ങളും പത്രങ്ങളും എങ്ങനെയാണ് വരുന്നത്, കുട്ടികളിലുള്ള പത്രവായന, ഇതൊക്കെ നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാവുന്ന ഒരിതാണ്. പത്രം വായിക്കാനുള്ള ഒരു താല്പര്യം നമ്മൾ അവിടെ ദാരിദ്ര്യത്തിനോടും അല്ലെങ്കിൽ ആളുകളുടെ ദയനീയമായ അവസ്ഥയോട് കുട്ടികൾക്ക് ഒരു സഹാനുഭൂതി ഉണ്ടാക്കുവാൻ നമ്മൾ ആ പാഠങ്ങൾ ഉപയോഗിച്ചുവെങ്കിൽ ഈ പാഠം ഉപയോഗിച്ച് കുട്ടികളിൽ പത്രവായന ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അതിന് നമുക്ക് കഴിയേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ളൊരു നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്കത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് സമൂഹത്തിന് ദിശാബോധം നൽകുന്നതിനും ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനും പത്രങ്ങൾ നിർണായകമായി പങ്കുവഹിക്കുന്ന ഈ പ്രസ്താവനയെ ഉദാഹരണ സഹിതം അവരോട് പറയാം, സമർത്ഥിച്ചു കൊണ്ടുവരാൻ പറയാം. ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇന്നത് ഇങ്ങനെയാണ് മിസ്സേ, ഈ ഒരു പത്രത്തിലെ വാർത്ത കാരണമാണ് ഈ ഒരു മാറ്റം ഉണ്ടായത്, അങ്ങനെ കൊണ്ടുവരിക. അതുപോലെ തന്നെ പത്രങ്ങളുടെ സ്ഥാനം നവമാധ്യമങ്ങൾ കൈയടക്കുന്നതിൽ അപകടം വിശദമാക്കണം. അത് അവർ തന്നെ വിശദാക്കണം. കാരണം നവമാധ്യമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടിമപ്പെട്ട് നിൽക്കുന്ന ഒരു തലമുറയാണ്. അപ്പൊ അവര് തന്നെ ഈ പത്രങ്ങളുടെ സ്ഥാനം നവമാധ്യമങ്ങൾ നമ്മൾ
നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വാർത്തകളായിട്ട് കൊണ്ടുവരികയും ആ വാർത്തകൾ ഇല്ലാത്ത കാര്യങ്ങൾ പോലും വ്യൂസിനും അതുപോലെ തന്നെ ഇതിനും വേണ്ടിയിട്ട് ഇല്ലാത്ത വാർത്തകളെ പോലും അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോവാണ്. അതിന്റെ അപകടം കുട്ടികൾ തന്നെ പറയണം. കലാസംയോജിത പഠനം എന്ന് പറയുമ്പോൾ വിദ്യാലയത്തിലെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുട്ടികളെ കൊണ്ട് തന്നെ പത്രങ്ങൾ തയ്യാറാക്കിക്കുക. അപ്പൊ ഒരു പത്രം തയ്യാറാക്കുമ്പോൾ അതിൽ നമുക്ക് കുട്ടികളുടെ ലേഖനങ്ങൾ വെക്കാൻ സാധിക്കും, അവർ വരയ്ക്കുന്ന ചിത്രങ്ങൾ വെക്കാം, കാർട്ടൂണുകൾ, സ്കൂളിൽ ഏതെങ്കിലും ഒരു സംഭവത്തെ ആസ്പദമാക്കി കാർട്ടൂണുകൾ, സ്കൂളിലെ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ, കൊച്ചു കൊച്ചു പ്രശ്നോത്തരികൾ, കാരണം ഒരു പത്രം എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആവാലോ. അപ്പോ ഈ മേഖലകൾ എല്ലാത്തിലും കുട്ടികളുടെ എല്ലാതും അവരുടെ കഴിവ് വളർത്തിക്കൊണ്ടുവരാവുന്ന മേഖലകളാണ്. കലാസംയോജിത പഠനത്തിലേക്ക് ഈ ഘട്ടങ്ങളെല്ലാം യോജിപ്പിച്ചിട്ട് കുട്ടികളുടെ ഈ കഴിവുകളെല്ലാം യോജിപ്പിച്ചുകൊണ്ട് നമുക്കൊരു പത്രം ഇറക്കുകയാണെങ്കിൽ അതിൽ എല്ലാ മേഖലകളെയും നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ലക്ഷ്മണ സാന്ത്വനം നമ്മൾ പഠിപ്പിച്ച കഴിഞ്ഞ പാഠങ്ങളായതുകൊണ്ട് തന്നെ വളരെ വേഗതയിൽ പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഭക്തിപ്രസ്ഥാനം, ഭാഷാപിതാവ് എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനം, പ്രാചീന കവിത്രയം, ജാതി സമ്പ്രദായം, നമ്മൾ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് അവിടെ കുറച്ച് പറഞ്ഞതുപോലെ തന്നെ ലക്ഷ്മണ സാന്ത്വനം പഠിപ്പിക്കുമ്പോഴും എന്തുകൊണ്ട് അവിടെ ഒരു ഭക്തി പ്രസ്ഥാനം അല്ലെങ്കിൽ എന്തുകൊണ്ട് വാൽമീകി രാമായണത്തിലെ മനുഷ്യനായ ശ്രീരാമന്റെ ദൈവിക ഭാവം ഇവിടെ കൂടുതലായിട്ട് അവതരിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിന് അത് ആവശ്യമായിരുന്നു, ആ കാലഘട്ടത്തിൽ അത് ആവശ്യമായിരുന്നു, ഒരു ദൈവം വേണമായിരുന്നു അവർക്ക്. അങ്ങനെയുള്ള ആ ഒരു ഇതിലേക്ക് ജാതി സമ്പ്രദായത്തിന്റെ രൂക്ഷത കൊടുക്കണം. അതുപോലെ തന്നെ രാമായണ മാസത്തിന്റെ പ്രസക്തി, അലങ്കാര പ്രയോഗങ്ങൾ വരുന്നുണ്ട്. അലങ്കാരം നമുക്ക് പഠിപ്പിക്കാനില്ലെങ്കിലും അലങ്കാര പ്രയോഗങ്ങളുടെ ഭംഗി നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കഴിവടിസ്ഥാനമാക്കിയിട്ട് ആ ക്രോധത്തിന്റെ തന്നെയാണ് ആധുനിക കാലഘട്ടം. നമ്മൾ എങ്ങനെ നോക്കിയാലും ഒരു ദേഷ്യത്തിനടുത്ത ആളെ കൊല്ലുകയാണ്, ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ കുട്ടികളോട് അതിന്റെ ഇത് പറയാം. അതുപോലെ തന്നെ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥവ്യാപ്തി ലക്ഷ്മണ സാന്ത്വനം എന്ന കവിതയുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുക. കാരണം ഒരുപാട് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശ്രീരാമൻ അത്രയേറെ പറയുന്നുണ്ട്. അപ്പൊ അത് ഈ ഒരു ചോദ്യത്തിന് ചേരും. അതുപോലെ തന്നെ കലാസംയോജിത പഠനത്തിൽ കൊളാഷ് നിർമ്മിക്കുക. ക്രോധം മൂലം സമൂഹത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, അടിപിടികൾ തുടങ്ങിയയുടെ വാർത്തകൾ അത് കാണട്ടെ അവര്. കാരണം ഇത്രയൊക്കെ ഒരു കൊച്ചു കാര്യത്തിന് സുഹൃത്തിനെ കൊന്നു, ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും ദേഷ്യം വന്നു, ഞാൻ അവനെ കൊന്നു. ഇത്തരം വാർത്തകളാണ് നമ്മൾ കാണുന്നത്. അച്ഛൻ അമ്മയെ കൊല്ലുന്നു, അമ്മയെ മകൻ കൊല്ലുന്നു, അങ്ങനെയുള്ള വാർത്തകൾ ശേഖരിച്ചിട്ട് നമ്മൾ തോന്നുന്നത് നെഗറ്റീവ് വാർത്തകളല്ലേ. നെഗറ്റീവും കുട്ടികൾ കാണണം. നെഗറ്റീവ് വാർത്തകൾ അവരെ അറിയണ്ടേ, അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ അവർക്ക് അയ്യോ ഇത് തെറ്റാണ് എന്നുള്ളൊരു ബോധം വരൂ. കുട്ടികളെ തെറ്റ്, അതായത് അയ്യോ അതൊന്നും ഞാൻ കുട്ടികളെ കാണിക്കില്ല. ചിലപ്പോൾ നമ്മൾ കേൾക്കും മരിച്ചോടത്തേക്ക് മക്കളെ കൊണ്ടുപോകാറില്ല, ഞാൻ ഇതുവരെ മരിച്ചത് മക്കളെ കാണിച്ചിട്ടില്ല. മരിച്ചതും അവർ കാണണ്ടേ? കാരണം എന്താ, അപ്പോഴേ അവർക്ക് അറിയുള്ളൂ മരണമുണ്ട്, മരണം എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനെയുള്ള അവസ്ഥകളും മനുഷ്യന് വരാം. അപ്പൊ കുട്ടികൾ നമ്മൾ എല്ലാം പോസിറ്റീവ് മാത്രം എന്നുള്ള ചിന്ത പാടില്ല. ഇത്തരത്തിലുള്ള കൊലപാതക വാർത്തകളും അടിപിടികളും എല്ലാം കാണട്ടെ അവര്. അപ്പോഴേ ഇതിനായിട്ടുള്ള ഒരു ചിന്ത, അതിലൂടെ നമുക്ക് അതിലേക്ക് ആഭിമുഖ്യമല്ല വളർത്തേണ്ടത്, അതിൽ നിന്നുള്ള ഒരു വൈമുഖ്യം കുട്ടികളിലേക്ക് വളർത്താൻ ഇതാകും. അതുപോലെ തന്നെ ശ്രീരാമന്റെ ഉപദേശം ഒരു തിരക്കഥയായിട്ട് അവർ എഴുതട്ടെ, അപ്പൊ അവർക്ക് ഓർമ്മയിൽ നിൽക്കും. പദ്യത്തിന് അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഈണങ്ങൾ കണ്ടെത്തി അവർ അവതരിപ്പിക്കട്ടെ. കാരണം നമ്മുടെ ഈ പദ്യത്തിൽ നിന്ന് ഒരുപാട് വൺവേഡ് വരുന്ന ഒരു പദ്യമാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് അതിലെ വരികൾ അങ്ങോട്ട് തലയിൽ നിൽക്കണില്ല. നേരെ മറിച്ച് അവരുടെ ഈണത്തിലേക്ക് വിട്ടുനോക്കും. അവര് നല്ല സിനിമാ പാട്ട് പോലെയൊക്കെ കൊണ്ടുവരട്ടെ. വൃത്തത്തിൽ നിന്നൊക്കെ വിട്ടിട്ടുള്ള ഈണങ്ങളൊക്കെ സാരില്ല, അവർ അത് പദ്യം അങ്ങനെ ആസ്വദിച്ച് ചൊല്ലട്ടെ. അങ്ങനെ ചൊല്ലുമ്പോൾ എന്തുണ്ടാവുന്ന അവരുടെ ഓർമ്മയിൽ നിന്ന് അത് പോകില്ല. അതേപോലെ ഇനി നമുക്ക് അടുത്ത പ്രിയദർശനാണ് ഖണ്ഡകാവ്യ പ്രസ്ഥാനം. ഓരോ കൃതികൾ പഠിപ്പിക്കുമ്പോഴും ഇപ്പൊ നമ്മൾ കിളിപ്പാട്ട് പ്രസ്ഥാനം പറയുന്നു, ഖണ്ഡകാവ്യ പ്രസ്ഥാനം പറയുന്നു, അവിടെ പ്രാചീന കവിത്രയം പറഞ്ഞു വെച്ചാൽ ഇവിടെ ആധുനിക കവിത്രയത്തെ പറയുന്നു. ആശാനും ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള ബന്ധം, ബുദ്ധമത വിശ്വാസങ്ങളോടുള്ള താല്പര്യം, ആശാന്റെ ഇതര ഖണ്ഡകാവ്യങ്ങള്, അദ്ദേഹത്തിന്റെ അലങ്കാര പ്രയോഗങ്ങള്, ആശാൻ ആശയഗംഭീരൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കണം പ്രിയദർശനത്തില്. അതുപോലെ തന്നെ ഇവിടെ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമരേ വിവേകികൾ, ഈ ഒരു സന്ദേശം സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഏതെങ്കിലും മഹത് വ്യക്തിയെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക എന്ന് പറയാം. അപ്പോ നമുക്കത് നമ്മുടെ കുട്ടികൾ അങ്ങനെയുള്ളവരെ കണ്ടെത്തണം. ഇപ്പൊ ഞാൻ പ്രവർത്തിക്കുന്നത് ശോഭ അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. PNC മേനോൻ എന്ന് പറയുന്ന ഒരു ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു മഹത് വ്യക്തി നടത്തുന്ന, അതും ചാരിറ്റിക്ക് വേണ്ടി നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ കുട്ടികളോട് ഞാൻ ഈ കാര്യം പറഞ്ഞാൽ അവരപ്പ പറയും ഞങ്ങളുടെ മേനോൻ മുത്തശ്ശൻ. അത് കുട്ടികൾക്ക് കിട്ടുകയാണ്. അതുപോലെയുള്ളവരെ കുട്ടികൾ കണ്ടെത്തട്ടെ, അവരെ കുറിച്ച് അവർ കുറിപ്പുകൾ എഴുതട്ടെ. അതുപോലെ തന്നെ പ്രണയം എന്ന വികാരം അതിക്രൂരമായ പ്രവൃത്തികളിലേക്ക് വഴിമാറുന്ന ആധുനിക കാഴ്ചകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് നളിനിയുടെ പ്രണയം. വിശദീകരിക്കുക. അവിടെയും കുട്ടികൾ ആധുനിക കാഴ്ചയിലെ പ്രണയം ഇങ്ങനെ ക്രൂരാവണോ ആ ഒരു ചിന്തയിലേക്ക് എത്തും. അത് അവർ വിശദീകരിക്കട്ടെ. അതുപോലെ തന്നെ കലാസംയോജിത പഠനം, കാവ്യഭാഗം നാടകരൂപത്തിൽ അവതരിപ്പിക്കുക, ആശാന്റെ നായികമാര് ഒരേ വേദിയിൽ, അത് വളരെ നല്ലൊരു രസകരമായിട്ടുള്ളൊരു പരിപാടിയായിരിക്കും കേട്ടോ. റീഡിംഗ് ഡേക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.
ആശാന്റെ പല പല ഇതുകളാണല്ലോ. ഇപ്പൊ കലിലീല ആയിക്കോട്ടെ, നളിനി ആയിക്കോട്ടെ, വാസവദത്തി ആയിക്കോട്ടെ, ദുരവസ്ഥയിലെ നായിക, എല്ലാവരും ആയിക്കോട്ടെ, അവരൊക്കെ കൂടി ഒരേ വേദിയിൽ വരുന്ന രീതിയിൽ അത് നമ്മൾ ടീച്ചർമാരും കുറച്ചും കൂടിയൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. പക്ഷെ കുട്ടികൾക്ക് അത് അവരുടെ ഓർമ്മയിൽ നിൽക്കും. അതുപോലെ തന്നെ നളിനിയുടെയും ദിവാന്റെയും ബാല്യകാല ചിത്ര രൂപത്തിൽ അവരോട് അവതരിപ്പിക്കാൻ പറയും. വരയ്ക്കുന്ന കുട്ടികൾക്ക് അത് സഹായകമാവും. അതേപോലെ തന്നെ നമുക്ക് ഇതിലൊരു സംവാദത്തിനുള്ള ഒരു വകുപ്പുണ്ട്, പ്രണയം എന്നുള്ള വികാരം. ഇവിടെ നളിനി കാത്തിരുന്നിട്ട് ദിവാകരൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നു. എന്നാൽ നമ്മൾ ആധുനിക തലമുറയിൽ കാണുന്നത് അങ്ങനെയുള്ള പ്രണയമല്ല. അപ്പൊ അത് ശരിയോ തെറ്റോ എന്നുള്ള രീതിയിൽ ഒരു സംവാദം നമുക്ക് സംഘടിപ്പിക്കാം. കാരണം കുട്ടികൾ ഇപ്പോ ഏറ്റവും കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നത് പ്രണയം നഷ്ടപ്പെടുമ്പോഴാണ്. ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ കൊല്ലുക, ഈ രണ്ട് അവസ്ഥയിലേക്ക് കുട്ടികൾ പോവുകയാണ്. അപ്പൊ അതൊന്നും വേണ്ട എന്നുള്ളൊരു ചിന്താഗതി അവരിലേക്ക് വളർത്തിയെടുക്കാൻ വീണ്ടും നമ്മൾ അധ്യാപകരുടെ ഒരു കഴിവ് തീർച്ചയായിട്ടും അവിടെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കണം. അപ്പൊ അങ്ങനത്തെ സംവാദങ്ങളും സാധ്യമെങ്കിൽ നമുക്ക് നടത്താം. അമ്മത്തൊട്ടിലും അതുപോലെ ആധുനിക കവികളാണ്, ആധുനിക പ്രാചീന കവിതകളായിട്ടുള്ള ഒരു താരതമ്യം. ഇദ്ദേഹത്തിന്റെ ചലച്ചിത്ര ഗാനങ്ങൾ, വൃദ്ധസദനങ്ങൾ, അമ്മത്തൊട്ടിൽ എന്ന സങ്കല്പത്തിന്റെ പുറകിലുള്ള ആ ഒരു കാര്യങ്ങൾ, ആധുനിക കുടുംബ ബന്ധങ്ങൾ, മാതൃത്വത്തിന്റെ മഹനീയത, ഇത്തരം കാര്യങ്ങൾ അമ്മത്തൊട്ടിൽ പഠിപ്പിക്കുമ്പോൾ, അമ്മത്തൊട്ടിൽ കാര്യം നമുക്കറിയാം ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ കടത്തുന്നതാണെങ്കിൽ പോലും ആ അമ്മത്തൊട്ടിലും വൃദ്ധസദനവും രണ്ടറ്റത്ത് നിൽക്കുന്ന വാക്കുകളാണ്. പക്ഷെ അതിൽ വല്ലാത്തൊരു സാമ്യതയുണ്ട്. ഒന്നൊരു കൊച്ചു കുഞ്ഞിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഒന്നൊരു പ്രായമായ അമ്മയെ കൊണ്ട് കളയുന്ന സ്ഥലമാണ് വൃദ്ധസദനം. രണ്ടും കൊണ്ട് കളയുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു വല്ലാത്തൊരു സാമ്യതയുണ്ട്. ആ സാമ്യതയിലെ ഒരു ഭയാനകമായ അവസ്ഥയാണ് നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത്. ഒരിക്കലും സാധാരണഗതിയിൽ അമ്മത്തൊട്ടില് നമ്മൾ വേണ്ട രീതിയിൽ പഠിപ്പിച്ചു കഴിയുമ്പോൾ ക്ലാസ്സിൽ 1-2 കുട്ടികളെങ്കിലും കരയാറുണ്ട്. ചിലപ്പോൾ കൂടുതൽ കുട്ടികൾ കരയാറുണ്ട്. കാരണം അത്രമാത്രം തീവ്രമാണ് ആ കവിത. അത് ആ തീവ്രത കുട്ടികളിലേക്ക് എത്തിക്കുവാൻ നമ്മൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കണം. അതിലായാലും അമ്മത്തൊട്ടിൽ വൃദ്ധസദനം എന്ന 2 വാക്കുകൾ ഏതെല്ലാം രീതിയിൽ പരസ്പര പൂരകങ്ങളായിട്ട് വരുന്നു എന്ന് കുട്ടികൾ കണ്ടെത്തട്ടെ. അമ്മ എന്ന സ്ഥാനത്തിന് നൽകിയിട്ടുള്ള ആദരവിന് ഇടിവ് തട്ടുന്ന രീതിയിലുള്ള ആധുനിക പ്രവണതകൾ വിവരിക്കുക. ഈ കവിതയിൽ അമ്മയുമായി ഇത്തരം അമ്മമാരെ താരതമ്യപ്പെടുത്തുക. കാരണം നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ അമ്മ പാലത്തിൽ നിന്ന് കുഞ്ഞിനെ താഴ്ത്തിട്ട് കൊല്ലുന്നു. കഴിഞ്ഞ ഇതിൽ കണ്ടു 2 തവണ പ്രസവിച്ച് 2 കുഞ്ഞുങ്ങളെയും കുഴിച്ചങ്ങ് മൂടി അമ്മ. അപ്പൊ ഇതൊക്കെ നമുക്ക് അമ്മ എന്നുള്ള സ്ഥാനത്തിന് നൽകുന്ന ആദരവിന് ഇടിവ് തട്ടുന്ന രീതിയിലുള്ളത് തന്നെയാണ്. അത് കുട്ടികൾ അറിയണം. അതെന്തിനാണ് അവരറിയണം? അയ്യോ അപ്പൊ അമ്മയ്ക്കെതിരെ അല്ല, നമ്മുടെ ഈ വളർന്നു വരുന്ന മക്കൾ തന്നെയാണ് നാളത്തെ അമ്മമാര്. അവരവിടെ കാണട്ടെ. പലപ്പോഴും ആ അമ്മമാര് കൊല്ലാൻ കാത്തുനിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷന്റെ സഹായം ചിലപ്പോൾ കിട്ടുന്നുണ്ട്, കിട്ടാത്ത സംഗതികളും ഉണ്ട്. അപ്പോൾ അമ്മ എന്നുള്ള വികാരം അതല്ല. അമ്മ എന്ന് പറയുന്നത് അത്രയും മഹനീയമായ ഒരു സ്ഥാനമാണ്. അത് ഇത്രയും ക്രൂരമായ പ്രവർത്തികളിലേക്ക് പോകുന്നു. അതിന്റെ ക്രൂരതയുടെ അല്ലെങ്കിൽ ആ കൊച്ചു കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന വേദന, ഒരു മണ്ണിൽ കുഴിച്ചിട്ടപ്പെട്ട് മരിക്കപ്പെടുമ്പോൾ ആ ജനിച്ച ഒരു കുഞ്ഞിന്റെ വേദന, അല്ലെങ്കിൽ പറമ്പിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കുഞ്ഞ് അനുഭവിച്ച വേദന, അത് നമ്മൾ നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കണം. അതേപോലെ തന്നെ പ്രായമായവരെ വലിച്ചെറിയുമ്പോൾ അവരനുഭവിക്കുന്ന വേദനയും അത് രണ്ടും കുട്ടികളിലേക്ക് കൊടുത്തെങ്കിലേ ഭാവി തലമുറയ്ക്ക് അതിൽ നിന്ന് മാറി ചിന്തിക്കുവാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. അതുപോലെ കലാസംയോജിത പഠനത്തിൽ വൃദ്ധസദനത്തിലാക്കപ്പെട്ട ഒരു അമ്മയുടെ ഓർമ്മക്കുറിപ്പുകൾ തയ്യാറാക്കുക. അവർ തന്നെ ഒന്ന് എഴുതി നോക്കട്ടെ അവരുടേതായ ഭാവനയില്. അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാം. അവിടുത്തെ അമ്മമാരായിട്ടുള്ള ഒരു സംസാരത്തിന് ഒരു ഇതുപോലെ പഠനയാത്രയുടെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. റഫീഖ് അഹമ്മദിന്റെ ചലച്ചിത്ര ഗാനങ്ങളുടെ ഒരു ആലാപനം പാട്ടുപാടുന്നവർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ കവിതയെ ഒരു മോണാക്ട് ആയിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു നല്ലൊരു ത്രെഡുള്ള ഒരു കവിതയാണ്. അത് അവതരിപ്പിക്കട്ടെ. അതിനൊക്കെ കഴിവുള്ള കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് അവരെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ സാധിക്കും. കടൽ തീരത്ത് ചെറുകഥാ പ്രസ്ഥാനം, അതുപോലെ തന്നെ OV വിജയന്റെ കാർട്ടൂണുകൾ. പലപ്പോഴും OV വിജയനെ പറ്റി പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ കാർട്ടൂണുകൾ അങ്ങനെ സ്പർശിക്കാറില്ല. അത് തീർച്ചയായിട്ടും അത് വേണം. തസ്രാക്ക്, ഗ്രാമ്യ പ്രയോഗങ്ങൾ, ദരിദ്രൻ. കണ്ടോ, ദാരിദ്ര്യം നമ്മുടെ ഒരു 3 പാഠത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഈ ഒരു കൊല്ലം കഴിയുമ്പോൾ കുട്ടികൾക്ക് ദാരിദ്ര്യം എന്നുള്ള ഒരു അവസ്ഥയോട് അത്രയ്ക്കും സഹാനുഭൂതി തോന്നിപ്പിക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളുടെ പരാജയമാണത്. കാരണം 3 പാഠങ്ങളാണ് ദാരിദ്ര്യത്തിന്റെ ദയനീയമായ അവസ്ഥ, ദരിദ്രന്റെ ദയനീയമായ ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇത് എത്തിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കണം. ഈ 3 ലെസനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കും നമുക്ക് നല്ല പ്രാധാന്യം കൊടുക്കാവുന്നതാണ്. പൊതിച്ചോറിനെ ഒരു കഥാപാത്രത്തിന്റെ അത്രയും പ്രാധാന്യം കൈവന്നിരിക്കുന്നു. അത് കുട്ടികൾ സമർത്ഥിക്കട്ടെ. എന്തെല്ലാം സൂചനകളിലൂടെയാണ് വെള്ളായിയപ്പന്റെ ദൈന്യത വ്യക്തമാക്കുന്നത്, അതൊക്കെ കുട്ടികൾ കണ്ടെത്തണം. അതിലൂടെ കണ്ടെത്തട്ടെ. ബലിച്ചോറായി മാറുന്ന പൊതിച്ചോറ്, ഈ പ്രസ്താവനയെ അവർ തന്നെ വ്യാഖ്യാനിക്കട്ടെ. എങ്ങനെയാണ് ആ ഒരു പൊതിച്ചോറ് ബലിച്ചോറായി മാറുന്നത്? അതൊക്കെ കുട്ടികളുടെ ഒരു ആസ്വാദന തലത്തിലേക്ക് വിടാവുന്ന ചോദ്യങ്ങളാണ്. കലാസംയോജിത പഠനത്തിൽ കടൽ തീരത്ത് നാടകാവതരണമാവാം. അതുപോലെ തന്നെ ചിത്രരൂപത്തിലും അത് വരച്ച് അത് അവതരിപ്പിക്കാനുള്ള ഒരു ഇതും ഇതിനപ്പുറമുള്ള ഇതുകളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒത്തിരി ഒരു ഗാംഭീര്യം കൂടിയ ആള് തന്നെയാണ് യുദ്ധത്തിന്റെ പരിണാമം. ഭാരത ഇതിഹാസങ്ങള്, മഹാഭാരത കഥ, കഥാപാത്രങ്ങൾ, നിരൂപണ സാഹിത്യം, ഭാരത പര്യടനത്തിന് ഇതര ലേഖനങ്ങളെയും ഒന്ന് ഓടിച്ച് പരിചയപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണ്. പ്രയോഗ സവിശേഷതകൾ, പ്രൗഢമായ ഭാഷയുടെ ഒരു ഭംഗി നമ്മൾ എടുത്തു പറഞ്ഞേ പറ്റൂ. അതൊക്കെ നമ്മൾ യുദ്ധത്തിന്റെ പരിണാമം പഠിപ്പിക്കുമ്പോൾ കൂടുതൽ ആഴത്തിൽ പോണ്ട കാര്യങ്ങളാണ്. യുദ്ധത്തിനെതിരായുള്ള സന്ദേശമാണ് മഹാഭാരതം. വ്യാഖ്യാനിക്കുക, ഒരു വ്യാഖ്യാനിക്കട്ടെ. ഇന്നും പകയായി മനുഷ്യരാശിയിൽ അശ്വത്ഥമാവ് നിലനിൽക്കുന്നു. വിശദീകരിക്കുക. ക്രോധം മൂലം ഉണ്ടാകുന്ന ആ ഒരു കൊളാഷൊക്കെ ക്ലാസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇതും പകയും കോപവും ഒക്കെ ഒരു ഒന്നിന്റെ തന്നെ വിവിധ മുഖങ്ങളാണ്. നമുക്കത് ഒരുപാട് ബന്ധിപ്പിച്ച് പഠിപ്പിക്കാൻ പറ്റുന്ന പാഠങ്ങൾ നമുക്കുണ്ട്. സുയോധനൻ, ദുര്യോധനൻ, ഈ രണ്ടു പേരുകളും ഒരു വ്യക്തിക്ക് നൽകിയതിലൂടെ വ്യാസൻ നൽകുന്ന സന്ദേശം അവിടെ പാഠഭാഗത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതിനെ കുറച്ചും കൂടി ആഴത്തിൽ കുട്ടികളിലേക്ക് എത്തിക്കുക. ഏകാംഗ അവതരണം. എങ്ങനെയാണ് ഏകാംഗ അവതരണം? വളരെ രസമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ദുര്യോധനൻ ഒരു ഏകാംഗ ദുര്യോധനൻ വരട്ടെ, ദുര്യോധനന്റെ വേദനകൾ പറയട്ടെ. അടിച്ചിടപ്പെട്ട ദുര്യോധന കുറെ ദുഃഖങ്ങൾ പറയുന്നുണ്ടല്ലോ. ദുര്യോധനൻ പറയട്ടെ, യുധിഷ്ഠിരനെ കൊണ്ടുവരാം, നമുക്ക് കർണനെ കൊണ്ടുവരാം. അങ്ങനെയുള്ള കഥാപാത്രങ്ങളിലൂടെ കുട്ടികളിലേക്ക് കുറച്ച് ആഴത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാം. രംഗങ്ങളുടെ പുനഃസൃഷ്ടി, അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ പുനഃസൃഷ്ടിക്കാം. കുട്ടികളെ കൊണ്ട് തന്നെ അഭിനയിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ കൊണ്ട്, ഇതുപോലെ തിരക്കഥ എഴുതാൻ താല്പര്യമുള്ളവർ എഴുതട്ടെ, കുട്ടികളെ പുനഃസൃഷ്ടിക്കട്ടെ, ചിത്രരൂപത്തിൽ അവതരിപ്പിക്കട്ടെ, ഡോക്യുമെന്ററി അവതരിപ്പിക്കട്ടെ. അവർ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ എടുത്തിട്ട് അവർ ഡോക്യുമെന്ററി ആക്കട്ടെ. യുദ്ധഭൂമിയിലൂടെ എന്നുള്ള ഒരു ഡോക്യുമെന്ററി ഒക്കെ കുട്ടികൾക്ക് സൃഷ്ടിക്കാം. കാരണം നമ്മളിന്ന് യുദ്ധം വരുത്തിവെക്കുന്ന അതിഭീകരമായിട്ടുള്ള അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. ആ യുദ്ധം വരുത്തിവെക്കുന്ന ഭീകരമായ അവസ്ഥയിലേക്ക് നമുക്ക് ദരിദ്രന്റെ അവസ്ഥയെ ബന്ധിപ്പിക്കാം. കാരണം ഒരു പൊതി ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഗാസയിലും അവിടെ കുട്ടികൾ കാത്തു നിൽക്കുന്ന ചിത്രങ്ങളില്ലേ, അതെവിടെയും ഏത് രാജ്യത്തോട്ടോ ആരെ ആക്രമിക്കുന്നു എന്നുള്ളതൊന്നും പ്രശ്നമില്ല. എവിടെയൊക്കെ യുദ്ധം നടക്കുന്നുവോ അവിടെയൊക്കെ സാധാരണ മനുഷ്യരാണ് അതിന്റെ ഇരകൾ. ഒരിക്കലും പട്ടാളക്കാരോ മേധാവികൾക്ക് ഉത്തരവിടാം. പട്ടാളക്കാര് പാവങ്ങള്, അവരവരുടെ ജീവൻ ത്യജിക്കുന്നു. പക്ഷെ ഇതിന്റെയൊക്കെ ഇടയിൽ പെടുന്ന കുറെ സാധുക്കളായിട്ടുള്ള മനുഷ്യരുണ്ട്. ഭക്ഷണം കിട്ടാതെ ഓരോരോ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് തള്ളപ്പെടുന്നവര്, ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ ദയനീയമായ ചിത്രങ്ങൾ നമുക്ക് ധാരാളം കിട്ടാൻ കഴിയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കൂ. അവരറിയട്ടെ യുദ്ധം വരുത്തി വെക്കുന്ന നാശങ്ങള്, ആ നാശത്തിലൂടെ വരുന്ന ദാരിദ്ര്യം, ആ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ, ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കാണുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുക ഇവരെത്ര ഭാഗ്യം ചെയ്തവരാണെന്ന്. അങ്ങനെ നമുക്ക് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കൊടുത്തിട്ട് കുട്ടികളിലേക്ക് അവരുടെ സൗഭാഗ്യങ്ങളെ കുറിച്ചിട്ടുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. ടീച്ചർ, ഊരുഭംഗം എന്നൊരു നാടകം ഉണ്ടല്ലോ, ബാസന്റെ വള്ളത്തോൾ വിവർത്തനം ചെയ്തിട്ടുള്ളത്. അത് വളരെയധികം, കാരണം ദുര്യോധനൻ തൊട പിളർന്ന് കിടക്കുന്ന രംഗമാണ്. അത് ശരിക്ക് പിള്ളേർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിൽ ആ യുദ്ധത്തെ കുറിച്ച് തുടങ്ങുന്നതും അവസാനിക്കുന്നതും യുദ്ധത്തിലാണ്. അപ്പൊ അത് ഞാൻ അവിടെ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നല്ല കാര്യം പക്ഷേ ഇങ്ങനെയുള്ള അറിവുകളാണ് എല്ലാവർക്കും. ഊരുഭംഗമൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ബാസന്റെ തീർച്ചയായിട്ടും അവിടെയൊക്കെ സൂചിപ്പിച്ചു പോകാവുന്നതാണ്. നമ്മൾ യുദ്ധത്തിന്റെ പരിണാമം ഒക്കെ അങ്ങനെ തന്നെ കുട്ടികളിലേക്ക് എത്തണം, അങ്ങനെ എത്തിക്കേണ്ട ഒരു ലേഖനം തന്നെയാണ്, ഒരു സംശയവുമില്ല. പിന്നെ നമുക്ക് ഓണമുറ്റത്ത് വരുന്നു, കവി, ഇതര കൃതികൾ, ഓണക്കാലത്ത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, മഹാബലി എന്ന ഐതിഹ്യത്തിന്റെ പുറകിലെ ചരിത്ര പശ്ചാത്തലം. പിന്നെ നമ്മൾ ഈ കവിതനെ നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് നോക്കി കാണാലോ. ഇവിടെ ആ ഒരു അടിച്ചമർത്തപ്പെട്ടവൻ ഒരു വേദന ശരിക്കും അവിടെ കാണുന്നുണ്ട്. ആ ഒരു പുള്ളുവൻ എന്ന് പറയുമ്പോൾ പുള്ളുവൻ സ്വയം വൈലോപ്പിള്ളിയും ഒരു കാലഘട്ടത്തിൽ ഉന്നതരായിട്ടുള്ള അഠ്യഭാഷ ഉപയോഗിക്കുന്ന കവികളുടെ മുമ്പിൽ ഒന്നുമല്ലാത്തവൻ എന്നുള്ള രീതിയിൽ വൈലോപ്പിള്ളിയും കുറച്ച് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. അതും ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ കയറി വരുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെയൊക്കെ നമുക്ക് ഇതിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ആചാരങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ നഷ്ടമായിട്ടുണ്ട്. അതൊക്കെ കുട്ടികളെ ഒന്നും കൂടെ അറിയിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന് കുറച്ച് മുമ്പ് ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു, അതിലേക്ക് ഒന്ന് ഞാൻ പോട്ടെ. കാരണം അത് അവസാനം വരേണ്ട സ്ലൈഡായിരുന്നു. എങ്ങനെയോ അതിന്റെ ഒരു രീതി അത് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതായത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ലെസനുകളെ പറ്റിയിട്ട്. നമുക്കിപ്പോ 10 ലെസനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പാഠാവലോകനമായിരുന്നു ഇന്നത്തെ നമ്മൾ പറഞ്ഞ സമയം കുറച്ച് വിട്ടുപോയി. കാരണം 10 പാഠങ്ങളെ പറ്റി പറയുമ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ 1 മണിക്കൂറിലേക്ക് ഒതുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പരമാവധി വേഗതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പരീക്ഷ എഴുതുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ കുട്ടികളോട് ശ്രദ്ധിക്കാനായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഉത്തരങ്ങൾ കഴിവതും ക്രമത്തിൽ എഴുതുവാൻ കുട്ടികളോട് പറയുക. ആദ്യത്തെ പരീക്ഷ തൊട്ട് തന്നെ അവർ എഴുതി പോവുകയാണെങ്കിൽ നമുക്കറിയാം വാല്യുവേഷൻ ക്യാമ്പിൽ ക്രമത്തിൽ എഴുതിയ
എഴുതിയിട്ടുള്ള ഉത്തരങ്ങൾ നോക്കുമ്പോൾ ഉണ്ടാവുന്ന മാനസികാവസ്ഥ. ഇതിൽ ഒരുപാട് പേര് വാല്യുവേഷന് പോകുന്നവരായിരിക്കും. അപ്പൊ അവർക്കറിയാം ആ പോസ്റ്റിങ്ങിന്റെ സമയത്തൊക്കെ അത് നമുക്ക് വളരെയധികം ഉപകാരമാവും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനോടൊരു ഇഷ്ടം കൂടുതലാണ്. അപ്പൊ കഴിവതും അങ്ങനെ കുട്ടികളോട് പറയാം. അതുപോലെ തന്നെ ഒരു കാരണവശാൽ അവതാരണ ചോദ്യങ്ങൾ ഇടകലർത്തി എഴുതരുതെന്ന് പറഞ്ഞു. ഒരു അവതാരണത്തിന്റെ ഒരു ചോദ്യം എടുത്തു, പിന്നെ അടുത്ത അവതാരണത്തിന്റെ അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. കുട്ടികളോട് അത് പറയാ. അതുപോലെ തന്നെ ഉപന്യാസം ആദ്യമേ തന്നെ കൃത്യമായിട്ടുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ പറയാം. ഒരിക്കൽ എഴുതി കഴിഞ്ഞിട്ട്, കാരണം ഇത്തവണ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാൻ കുട്ടികൾക്ക് കൂടുതൽ സമയം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും സമയത്തിന് പരീക്ഷ എഴുതി കഴിയാന്നുള്ളത്. കാരണം 100 മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് വരണമെന്ന് വെച്ചാൽ പണ്ട് ഒരു പാരഗ്രാഫ് എഴുതിയിരുന്നോടത്ത് ഇപ്പൊ അവര് 2 പാരഗ്രാഫ് എങ്കിലും എഴുതണം. അങ്ങനെ വരുമ്പോൾ അവർക്ക് 6 പാരഗ്രാഫ് 6 ചോദ്യങ്ങളിലായിട്ട് 6 പാരഗ്രാഫ് കൂടുതൽ എഴുതാനുള്ള സമയം അവർ കണ്ടെത്തണം. അപ്പൊ അതുകൊണ്ട് ഉപന്യാസമൊക്കെ എഴുതുമ്പോൾ ആദ്യമേ തന്നെ കൃത്യമായ വിഷയം തിരഞ്ഞെടുക്കുക. ഒരിക്കൽ എഴുതിയത് വെട്ടിക്കളഞ്ഞിട്ട് മാറ്റി എഴുതാൻ ഇടവരുത്തരുത്. MCQ ഉത്തരങ്ങൾ എഴുതുമ്പോൾ അതുപോലെ ഓർഡർ കൃത്യമായിട്ട് പാലിക്കാൻ പറയാ. 1ന്റെ A എഴുതി, പിന്നെ 4ന്റെ B എഴുതി, പിന്നെ അത് കഴിഞ്ഞിട്ട് 1ന്റെ C, അങ്ങനെയൊന്നും എഴുതരുത് എന്ന് പറയണം. ചോദ്യ നമ്പർ വളരെ ശ്രദ്ധിച്ചിടാൻ പറയാ. ചോദ്യ ഉത്തരങ്ങളുടെ കർത്താവ് കൃതി നിർബന്ധമായിട്ടും എഴുതണം. നമ്മളിപ്പോ ഒരു പാരഗ്രാഫ് തന്നെ എഴുതിക്കണം എന്ന് പറഞ്ഞു. ഇനി അല്ല, ഒരു ടീച്ചർ വിചാരിക്കണില്ല ഞാൻ അങ്ങനെ ഒരു പാരഗ്രാഫ് കൊടുക്കണില്ല, ഞാൻ ഉത്തരം തന്നെ 2 പാരഗ്രാഫായിട്ട് കുട്ടികളെ എഴുതി പഠിപ്പിക്കുകയാണെങ്കിൽ ഓക്കെ, ശരിയാണ്. പക്ഷെ എല്ലാ ചോദ്യങ്ങളിലും കർത്താവും കൃതി നിർബന്ധമായിട്ടും വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിന്ന് പറയുവാനായിട്ടുള്ളത്. അപ്പൊ ഒരുവിധം ഇനി നിങ്ങളുടെ പക്ഷേ ഇനി അവർക്ക് നമ്മുടെ ക്ലാസ് കേട്ടിട്ടുള്ള അധ്യാപകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണല്ലോ അല്ലെ? തീർച്ചയായിട്ടും. സാർ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ ഞാനൊന്ന് പറയാനുള്ളത്, സാർ കേൾക്കുന്നുണ്ടോ? സാർ, എനിക്ക് ഇന്ന് തോന്നിയ ഏറ്റവും വലിയൊരു കാര്യം, നമ്മള് ലെസൺസിനെ കുറിച്ച് ക്ലാസ്സുകളെ കുറിച്ചൊക്കെ വളരെയധികം പലപ്പോഴും തിയററ്റിക്കലായിട്ടാണ് പോവാറുള്ളത്. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ, ഞാൻ അതുകൊണ്ടാണ് ഒരു ചോദ്യം പോലും സാറിനറിയാം അതിന്റെ ഇടയിൽ കയറി ഒന്നും മിണ്ടാതെ ഞാൻ ഇരുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ വീഡിയോ ടീച്ചേഴ്സ് ഇന്ന് വളരെ കുറച്ചു പേരെ കയറിയിട്ടുള്ളൂ. ഒരുപക്ഷെ നമ്മൾ കുറച്ച് വൈകിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ ഹർത്താലായിരിക്കാം, അത് അർമാദിക്കായിരിക്കാം ആൾക്കാർ, അതിന്റെ രസത്തിലായിരിക്കാം. ബട്ട് ജീവിതവുമായി നമ്മുടെ പാഠങ്ങളെ എങ്ങനെ ബന്ധപ്പെടുത്തണം, ജീവിതത്തിലേക്ക് എങ്ങനെ നമുക്കിതിനെ കൊണ്ടുവരാം എന്നുള്ളത് വളരെ ഗംഭീരമായി കുറച്ച് വാക്കുകൾ ഓരോ ലെസണും കവർ ചെയ്യുമ്പോഴും ഞാൻ അതിലാ ശ്രദ്ധിച്ചിരുന്നത്. ദാരിദ്ര്യം എന്ന വിഷയം ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ ലെസണിൽ വരുന്നു, ഈ ദാരിദ്ര്യം തന്നെ പലതരത്തിൽ പല രീതിയിൽ നമ്മുടെ ഇപ്രാവശ്യത്തെ 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ വന്നിട്ടുള്ളത് വേൾഡ് ക്ലാസിക്കുകൾ അതിലുണ്ട്, മലയാളത്തിലെ ക്ലാസിക്കുകളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള കൃതികളുണ്ട്. ഇതിലൊക്കെ അത് വന്നു ചേരുന്നതിന്റെ അതോടൊപ്പം മനുഷ്യരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും പാഠഭാഗങ്ങൾ വെറും പാഠങ്ങളായി പഠിപ്പിക്കാതെ ജീവിതമാക്കി എങ്ങനെ മാറ്റാം. ടീച്ചറോട് എത്ര അഭിനന്ദിച്ചാലും എനിക്കത് മതിയാവില്ല. അത്ര ലളിതമായിട്ടാണ് അത് ചെയ്തത്. അത് എന്നെ വളരെയധികം എൻ്റെ മനസ്സിനെ ശരിക്കും എന്താ പറയാ, ഈ ഇതിൽ ടീച്ചറിന് ഉപയോഗിച്ചിട്ടുള്ള PPTയിലെ PDF-കളൊക്കെ ഒരു ടീച്ചർ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു പ്രയോജനം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു വെളിച്ചം, അതോടൊപ്പം തന്നെ അവർക്ക് കൊടുക്കുന്ന സാധ്യതകൾ, അവരെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം, അവരുടെ അറിവും അവർ നേടിയെടുക്കുന്ന അറിവൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെ വളരെ പോയിന്റഡ് ആയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ലെസന്റെയും ടീച്ചർ സൂചിപ്പിച്ചിട്ടുള്ള കലാസംയോജന പ്രവർത്തനങ്ങളായാലും അതിൽ വരുന്ന മറ്റേ കോമ്പിറ്റന്റ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ കാണാന്നുള്ളതായാലും ഒരു ലെസനെ എങ്ങനെ അവതരിപ്പിക്കണം, അതിൽ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വേണം, ഇതൊക്കെ ടീച്ചർ വളരെ സമഗ്രമായിട്ട്, ഞാനത് സലാം സാറിന് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, വളരെ സമഗ്രം, വളരെ പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളത്. കാരണം അതിന് ടീച്ചറോട് എന്താ പറയാ, സലാം സാർ. വളരെ ഭംഗിയായിട്ട് തന്നെ അതിനൊന്ന് വിലയിരുത്തിയിട്ടുണ്ട്. ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. പത്രവാർത്തക്കാണ് 4 മാർക്ക്. എന്താ പറഞ്ഞപ്പോഴെങ്ങാനും തെറ്റിപ്പോയോ എനിക്കറിയണില്ല. പത്രവാർത്തക്കാണ്. എന്താണ് ചോദ്യം? അല്ലല്ല, പത്രവാർത്തക്കാണോ കത്തിനാണോ 4 മാർക്ക്? പത്രവാർത്തക്കാണ്. സംശയമൊന്നുമില്ല എനിക്ക്. പത്രവാർത്തക്കാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞപ്പോ ചിലപ്പോ സ്പീഡിൽ പറഞ്ഞപ്പോ തെറ്റിയോന്ന് എനിക്കറിയില്ല. അതൊക്കെ പാറ്റേൺ ഉണ്ടല്ലോ.
PPT എങ്ങനെയാ എനിക്ക് ഷെയർ ചെയ്യണ്ടേന്ന് അറിയണില്ല. ഞാൻ എങ്ങനെയാ ഞാൻ സാറിന് അയച്ചു കൊടുത്ത എനിക്ക് അയച്ചെന്നാ മതി, ഞാൻ സാറിന് അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ സാറിന് നമ്പർ മാമിന്റെ അടുത്തില്ലേ? സാറിന്റെ നമ്പർ ഉണ്ട്, സാറിന്റെ എക്സ്ട്രാ. വാട്സപ്പ് ഉണ്ടല്ലോ, നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ കാരണം ചെയ്യാം. ആരോ ഞാൻ PPT വീഡിയോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷെയർ ചെയ്തോളൂ. PPT ആവശ്യപ്പെട്ടിട്ടുണ്ട്, തരാം തീർച്ചയായിട്ടും. വളരെ നന്നായിട്ടാണ് മാം, എന്ത് രസമായിട്ടാണ്. അപ്പൊ ആ PPT ഞാൻ അതാ എനിക്ക് ഇവിടെയുള്ള ടീച്ചേഴ്സിനോട് വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ ആ ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത് കാണാപ്പാഠം പഠിക്കണം എന്നാണ്. കാരണം അത്രയ്ക്കധികം നിങ്ങളുടെ ക്ലാസ്സുകളെ ഇത് പ്രയോജനപ്പെടുത്തും. കാരണം നിങ്ങൾ തന്നെ എന്തായിത്തീരും, കലാസംയോജന പ്രവർത്തനങ്ങളിലേക്കും അതോടൊപ്പം തന്നെ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കും, അതോടൊപ്പം തന്നെ ഒരു എഴുത്തുകാരനെ, ഒരു കൃതിയെ, ആ കൃതിയെ മറ്റുള്ള കൃതികളെ എങ്ങനെ ബന്ധപ്പെടുത്താം, അത് ലോക സാഹിത്യം വരെ അവിടേക്ക് നീണ്ടു കിടക്കുന്ന ഇപ്രാവശ്യത്തെ ഞാൻ തന്നെ അതിശയിച്ചു പോയത്, ഇത്രയൊക്കെ സാധ്യതകൾ നമ്മുടെ പാഠങ്ങൾക്ക് ടീച്ചർ അതിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോ ശരിക്കും എന്താ പറയാ, വളരെ 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 സന്തോഷമാണ് തോന്നിയത് ടീച്ചർ. അതിനെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നല്ലത് എവിടെ കണ്ടാലും അത് നല്ല രീതിയിൽ തന്നെ പറയണം. അപ്പോഴാണ് അവരും അത് കൂടുതലായിട്ടത് കൂടുതൽ അവർക്കും അത് എന്താ പറയാ പ്രചോദനങ്ങൾ കൊടുക്കുക. സാർ, സോറി സാർ. യെസ് സാർ, സാർ വളരെ വളരെ ഭംഗിയായി സാർ. നമുക്ക് മോഹൻദാസ് സാറിന്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കാം. മോഹൻദാസ് സാർ. സാർ നമസ്കാരം. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും ഈ 10 പാഠങ്ങളെ കുറിച്ച് നല്ല ഒരു ആഴത്തിലുള്ള ഒരു സൂക്ഷ്മവും സമഗ്രവുമായ ഒരു അറിവ് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. ഇത് അക്ഷരം പ്രതി, നേരത്തെ സാർ പറഞ്ഞതുപോലെ, സാർ പറഞ്ഞതുപോലെ അക്ഷരം പ്രതി എല്ലാ അധ്യാപകരും അത് പിന്തുടരുകയാണെങ്കിൽ ഈ മലയാളം ക്ലാസ്സുകൾ അരോചകമാകാതെ വളരെ സരസമായിട്ടും അതുപോലെ പ്രയോജനപ്രദമായിട്ടും, അതായത് നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അപ്പൊ അതിന് ടീച്ചർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഈ അഭിനന്ദനങ്ങളെല്ലാം കൂടെ ഏറ്റുവാങ്ങാനുള്ള ശേഷി ഉണ്ടോ എന്ന് എനിക്കറിയില്ലെങ്കിലും അതെ, എന്തായാലും വളരെയധികം സന്തോഷം. ഇത്തരം ക്ലാസ്സുകളാണ് നമുക്കിടെ അധ്യാപകർക്ക് വളരെ പ്രയോജനം ചെയ്യുന്നത്. അതിന് വളരെ സന്തോഷം. അപ്പൊ ഇത് അവതരിപ്പിക്കാൻ അവസരം നൽകിയുള്ള സലാം സാറിന് പ്രത്യേകത ഉണ്ട്. കാരണം അതിലൂടെയാണല്ലോ നമ്മൾ എല്ലാവരും ഇതെല്ലാം എത്തിയത്. അതിനൊരു പ്രത്യേക അഭിനന്ദനം സാർ. ടീച്ചറെ, ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ട് ടീച്ചർ ആ മറ്റേ 12 ചോദ്യങ്ങൾ എന്ന് ടീച്ചർ പറഞ്ഞത്, അത് 9 എണ്ണം എഴുതിയാൽ മതിയല്ലോ ശരിക്കും? അത് 9ാം ക്ലാസ്സിലും 12 കൊടുക്കണ്ടേ? 9-ൽ 12 ഇല്ല, 9-ൽ 10 ഉള്ളൂ. 10 അത് ഞാൻ 2-3 പ്രാവശ്യം കരിക്കുലം എടുത്ത് നോക്കി. ഇനിയിപ്പോ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതൊക്കെ പറഞ്ഞാലും ചിലപ്പല്ലേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോ അത് 10 ആയിട്ടൊക്കെ കുറയും. ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതാ ഞാൻ പറയാം. അതേപോലെ ഒരു സംശയം കൂടി മാം, നമ്മുടെ വാക്യ പ്രയോഗങ്ങളിൽ വരുന്നത് 8 എണ്ണം അവർ കൊടുക്കാറുണ്ട്. അവര് അത്ര തന്നെയല്ലേ കൊടുക്കാറുള്ളൂ? അല്ല, അതും കഴിഞ്ഞ കൊല്ലം ഇതന്നെ പ്രശ്നമുണ്ട്. നമുക്ക് അവര് തന്നേല് 8 എന്ന് പറയും, പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് 6 തന്നെ തരാറുള്ളൂ. അതാ ഞാൻ ചോദിച്ചത്. അതാണ് അത് രണ്ടും കരിക്കുലം വെച്ച് നോക്കണതും മോഡൽ വരുമ്പോഴും വ്യത്യാസമുണ്ട്. എനിക്കത് ഈ 2 കാര്യങ്ങളാണ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത്. അല്ല, അത് യഥാർത്ഥത്തിൽ 4 എണ്ണം 5 എണ്ണം ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് 5 എണ്ണം വരും. അതിൽ 4 എഴുതിയാൽ മതി എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. പക്ഷെ 5 എണ്ണം വന്നില്ല. പക്ഷെ 4 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം. ക്വസ്റ്റ്യൻ 4 സിലബസും മോഡൽ ക്വസ്റ്റ്യൻ വ്യത്യാസമാണ് സാറേ. അതെന്നുവെച്ചാലേ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞു, ഇപ്പൊ കഴിഞ്ഞ തവണത്തെ CBSE അപ്ലോഡ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തെറ്റിതിരുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫൈനൽ ചെയ്തിട്ടുള്ള ആള് ഞാനാ. പക്ഷെ ഇട്ടത് വേറെ ആളായിരുന്നു. അപ്പൊ അവര് പക്ഷെ ഇട്ട് തരുമ്പോഴേ എനിക്ക് അങ്ങനെയാ തന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ നമുക്കും അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു പ്രശ്നം എല്ലാ തവണയുണ്ട്. നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നവരെ നമുക്ക് ഇത് വെക്കാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിയുമ്പോൾ നമുക്ക് അത് പിന്തുടരാം. അത്രേ പറ്റുള്ളൂ. അല്ല, തീർച്ചയായും സിലബസ് അല്ല, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആധികാരികമായിട്ട് എടുക്കേണ്ടത്. ആധികാരികമായിട്ട് എടുക്കേണ്ടത് അതാണ്. ഈ 100 വാക്കിൽ എഴുതാൻ മാറ്റം വരുമോ? നിങ്ങൾ പറഞ്ഞത് മാറ്റമുണ്ട്. കാര്യം എപ്പോഴും ബേസ് എന്ന് പറയുന്നത് സിലബസ് ആണ്. അപ്പൊ അതിനെ അടിസ്ഥാനമാക്കി തന്നെ കാര്യങ്ങൾ നീങ്ങണം. അല്ലെങ്കിൽ 2 ഒന്നായിരിക്കണം. അങ്ങനെ മാറാൻ പാടില്ല.
ആ ഒരു ഒരു പക്ഷെ ഒരു നമ്മുടെ സംശയം കൂടി മാറാറുണ്ട്. ടീച്ചറെ, നമ്മുടെ ഇപ്പൊ ഒരു 2 സംശയം കൂടി. വർഷമായിട്ട് അതേ മാറ്റം കാണുന്നുണ്ട്. മലയാളത്തില് അങ്ങനെ ഉണ്ടാക്കുന്നവരുടെ ഒരു അശ്രദ്ധയായിട്ട് എനിക്കത് കാണാൻ അതേ കഴിയും. ഉള്ളൂ, അതേ ഉള്ളൂ. അതുപോലെ ഇപ്പൊ ഈ ടീച്ചർ 100 വാക്ക് എന്ന് പറയുന്നതും ശരിക്കും അശ്രദ്ധയാണ്. അതെ, 100 അത് വാക്കൊന്നും ഉത്തരം എഴുതൽ എളുപ്പമല്ല. നടക്കില്ല. എങ്ങനെയാ തെറ്റി പറ്റിയിട്ടുള്ളതാണ് ചോദിച്ചപ്പോഴും അവിടുന്ന് അങ്ങനെ പറഞ്ഞേ, ഈ വർഷം ഒന്നും നമുക്ക് ചെയ്യാൻ ഇനി പറ്റില്ല, ആയി കഴിഞ്ഞല്ലോ, അപ്പൊ അടുത്ത വർഷം നോക്കാം എന്നുള്ള പോലെയാണ് ഒരു മറുപടി വന്നിട്ടുള്ളത്. കാരണം അതൊരു വലിയ മിസ്റ്റേക്ക് ആണ്. ഒരു സംശയം കൂടി ടീച്ചർ, ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ ഇനി അധികം വൈകോ, അത് വരാൻ ഇല്ല, ഇനി സാധ്യതയുണ്ടോ? അധികം വൈകില്ല. കഴിഞ്ഞ കൊല്ലൊക്കെ ശരിക്കും ഒരു ജൂൺ അവസാനമൊക്കെ അതിന്റെ വർക്കുകൾ ചെയ്തിരുന്നു. കാരണം ചെയ്തിരുന്നതുകൊണ്ട് എനിക്കറിയാം. അപ്പൊ ഇത്തവണ എനിക്ക് തോന്നുന്നു അതൊരു ജൂലൈ അവസാനത്തോടു കൂട്ടൊക്കെ അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ അത് കിട്ടിയാലാണ് ടീച്ചേഴ്സിന് ഒരു ധൈര്യം വരിക, ഒരു ആത്മവിശ്വാസമൊക്കെ വരുള്ളൂ. തീർച്ചയായിട്ടും. അത് ശരിയാ. എന്തായാലും വലിയ താമസം ഉണ്ടാവില്ല സാറേ. അതിന് എന്തായാലും ജൂലൈ വളരെ വളരെ അവസാനത്തോടു കൂടി സന്തോഷം വരുന്നുണ്ടാവും. ടീച്ചർ. ഇനി മറ്റിവിടെ ഇതിലുള്ളവരോട് പറയാനുള്ളത് 9ാം ക്ലാസ്സിന്റെയും ഞങ്ങൾ വളരെ സമഗ്രമായി തന്നെ ഉമാദേവി ടീച്ചറുടെ വളരെ ക്ലോസ് ഫ്രണ്ട് തന്നെ ഒരാൾ വരും. വളരെ നല്ല രീതിയിൽ നമ്മൾ അതും 9ാം ക്ലാസ് ഇതേപോലെ ആളെന്ന് കയറിണ്ടാവും. ആള് ക്ലാസ്സിൽ കയറിയിട്ടുണ്ടെന്ന്. അയച്ചു കൊടുത്തിരുന്നു, ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തിരുന്നു. ആളെന്ന് കയറിയിട്ടുണ്ട്. അതെ അതെ അതെ, ഞാൻ നില വിളിച്ച് സംസാരിച്ചിരുന്നു കുറെ നേരം. എന്നോട് പറഞ്ഞു മാഷ് വിളിച്ചത് പറഞ്ഞു. 9ാം ക്ലാസ്സും ഈ പോലെ തന്നെ, കാരണം ഉമാദേവി ടീച്ചറുടെ വേറൊരു രൂപമാണത്. അപ്പൊ അത് നമുക്ക് അതും വളരെ നന്നായിട്ട് തന്നെ പ്രതീക്ഷിക്കാം. സലാം സാർ, അതും തീർച്ചയായിട്ടും നമ്മൾ വളരെ പെട്ടെന്ന് എന്താ പറയാ അവതരിപ്പിക്കണം സാർ. ഡെഫിനറ്റ്ലി. മാസം തോറും നമുക്കൊരു ക്ലാസ് എന്നുള്ള തലത്തിലേക്ക് വരണം. അടുത്ത മാസം ഫസ്റ്റ് വീക്ക് വെക്കാം, വെനസ്ഡേ. നോ പ്രോബ്ലം. എന്തായാലും സാറിന് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി പറഞ്ഞതിന് എന്നോട് മോഹൻദാസ് സാറ് വല്ലാണ്ടൊന്നും മിണ്ടരുന്ന് പറഞ്ഞിരുന്നു. എന്നാലും പറയേണ്ടതൊക്കെ പറയാണ്ട് പറ്റുമോ സാർ? അങ്ങനെയല്ല, ഞാനൊന്നും പറഞ്ഞില്ലേ. സംസാരിക്കണം. അല്ല, വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലാന്നുണ്ട്. എനിക്ക് ഈ കറണ്ടിനെ പേടിയാണ്. അപ്പൊ ആ കുഴപ്പമില്ലാണ്ടൊന്ന് പോയി സ്വതസിദ്ധമായ രീതിയിൽ സംസാരിക്കുന്നത് അത് നല്ലതാണ് സാർ. തീർച്ചയായിട്ടും. ഇവിടെ എന്തായാലും പങ്കെടുത്ത എല്ലാവരോടും സ്നേഹം അറിയിക്കുകയാണ്. ഓരോരുത്തരും ഇവിടെയുള്ള കേറിയവർ എന്താ പറയാ, അവർക്ക് അതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒരു ദിശാബോധം, അതാണ് ഏറ്റവും പ്രധാനം. വളരെ നല്ലൊരു ദിശാബോധമാണ് ഇന്ന് ടീച്ചർ നമുക്ക് തന്നിട്ടുള്ളത്. സാറിന് ഇനി വൈൻഡപ്പ് ചെയ്യാം. ഉമാദേവി മാഡത്തിന് വളരെ വളരെ വലിയ എന്താ പറയാ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് ഉമാദേവി മാം. മുരളി സാറും മോഹൻദാസ് സാറും ഒക്കെ വളരെ വിശദമായി പറഞ്ഞു ക്ലാസിന്റെ ഒരു ഫീഡ്ബാക്ക്. നമ്മുടെ ചാറ്റ് ബോക്സിൽ നോക്കിയാലും വളരെ സൂപ്പർ ക്ലാസ്. മായ ടീച്ചറൊക്കെ പറഞ്ഞിട്ടുണ്ട്, പലരും. മായ മേഡം ഒക്കെ വളരെ അവരൊക്കെ നമുക്ക് ആവശ്യമുള്ളവരാണ്. അതെ. അപ്പം മാഡത്തിന്റെ ഒരു ക്ലാസിന്റെ എന്റെ ഒരു വ്യൂ പോയിന്റിൽ നോക്കിയപ്പോൾ മാഡത്തിന്റെ ക്ലാസ് ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത് പോകുന്ന ജീവിതത്തിന്റെ മൂല്യങ്ങളെ കുറിച്ചാണ്. ഏത് ലെസൺ എടുത്താലും മാഡം ആ മൂല്യം ഒന്ന് ഉയർത്തിപ്പിടിക്കാനും അതുമായിട്ട് ടച്ച് ചെയ്ത് പോകാനും ഒക്കെ ആണ് മാക്സിമം ശ്രമിച്ചിട്ടുള്ളത്. അപ്പം ടീച്ചറിന്റെ പോലുള്ള വളരെ മാഡത്തിന്റെ എന്താ പറയാ സ്ഥാപനത്തിന് വളരെ ഒരു അസറ്റാണ് മാഡം. മാഡത്തിന്റെ ശിക്ഷണത്തിൽ വരുന്ന കുട്ടികൾക്കും വളരെയധികം പ്രയോജനപ്പെടും. അപ്പം ഇങ്ങനെയുള്ള ക്ലാസ് ആക്ച്വലി ഇതൊരു അവലോകനത്തിനേക്കാളും ഒരു മോട്ടിവേഷൻ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ ടീച്ചേഴ്സിനും പഴയ ടീച്ചേഴ്സിനും ഒരു വലിയൊരു മോട്ടിവേഷൻ, എങ്ങനെ നമുക്ക് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് ക്ലാസ് എടുക്കാം, വളരെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ ഒരു സ്വയം പഠനം എങ്ങനെ നമുക്ക് പ്രചോദിപ്പിക്കാം എന്നൊരു ക്ലാസ് ആയിരുന്നു. അതിന്റെ കൂടെ എനിക്ക് ഒന്നുകൂടെ ആഡ് ചെയ്യാനുള്ളത്, നമ്മുടെ ഇപ്പം പോവർട്ടി എന്നുള്ള ഒരു 3-4 പാഠത്തിലൊക്കെ വന്നു. അപ്പൊ അതുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ CBSEയും ലോകമൊത്തം നമ്മൾ UN SDG നമ്മളത് പ്രാബല്യത്തിൽ വരുത്താനുള്ള ശ്രമത്തിലാണ്. 2030 യുണൈറ്റഡ് നേഷന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എല്ലാ സ്കൂളിലും എല്ലാ വിദ്യാർത്ഥികളും അതിനെ ബോധവാന്മാരാകുകയും അതിനെ വേണ്ട ആക്ടിവിറ്റീസ് നടത്തുകയും ചെയ്യണം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ പാഠങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ ഇതുമായി കണക്ട് ചെയ്തുള്ള ആക്ടിവിറ്റീസ്, ഇപ്പം മാഡം പറഞ്ഞ പോലെ വാർ, അതും പോവർട്ടിയും തമ്മിലുള്ള ആ ഒരു ബന്ധവും അതൊക്കെ കണക്ട് ചെയ്ത് വരുമ്പോഴേക്കും എങ്ങനെ അത് അലിവിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കുട്ടികളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ പഠനം മാറേണ്ടതുണ്ട്. എപ്പോഴും അത് ഇതുമായിട്ട് കണക്ട് ചെയ്യുക, SDG ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ വളരെ നന്നായിരിക്കും. താങ്ക് യു സോ മച്ച് ഉമാദേവി മാം. അതുപോലെ നമ്മുടെ ഈ സെഷന് ഊർജം നൽകിയ മുരളി സാറിനോടും
മോഹൻദാസ് സാറിനോടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. എക്സ്ട്രാ മൈൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ബിജു സാർ അവിടെ ഉണ്ടെങ്കിൽ ബിജു സാർ ഞാൻ ക്ഷണിക്കുന്നു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ബിജു സാർ, ഓവർ ടു യു. ബിജു സാർ ഉണ്ടോ അവിടെ? മിസ്റ്റർ ബിജു എസ് പിള്ളൈ സാർ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സന്തോഷം. ഇനിയും കണ്ടുമുട്ടാം. അടുത്ത മാസം ഇതേ സമയം വെനസ്ഡേ നമുക്ക് കണ്ടുമുട്ടാം. 9ാം ക്ലാസ് അടുത്ത 9ാം ക്ലാസ് ആണ്. 9ാം ക്ലാസ്, അതെ അതെ, 9ാം ക്ലാസ്. കാരണം എല്ലാം പുതിയ ലെസനാണ്. അപ്പൊ അതുകൊണ്ട് അത് അത്യാവശ്യമാണ്. പുതിയ ലെസനാണ്, എല്ലാം പുതിയ ലെസനാണ്. എന്തായാലും എല്ലാ മാസവും ഒരു ക്ലാസ് തരുന്നു സാർ. Yes, yes, definitely. We are ready. We are ready. സാറ് പറഞ്ഞ 2 തരാം, നിങ്ങൾ കുറയ്ക്കല്ലേ? സലാം സാർ പറഞ്ഞത് 2. അപ്പൊ നിങ്ങൾ എന്താ 1 ആക്കുന്നത്? ഞാനത് 2 ആക്കാൻ നോക്കുക. അതെ അതെ അതെ, നമുക്ക് 2, 3 ഒക്കെ ആക്കാം. പ്രൊവൈഡഡ് പീപ്പിൾ കം ഫോർവേഡ്. ഇതുപോലുള്ള ഉമാദേവി, ആക്ച്വലി ഉമാദേവി മാഡം എന്നോട് കഴിഞ്ഞ മാസം മാഡം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. സാറേ, അത്രയും നമുക്ക് തെറ്റായിട്ടുള്ള ഇതുകൾ നടക്കുക. പിന്നെ ടീച്ചേഴ്സിന്റെ 100 രൂപ വീതം മേടിച്ച് ചില ക്ലാസ്സുകൾ നടക്കുക. അത് CBSEയുടെ റിസോഴ്സ് പേഴ്സൺ ആണ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മലയാളത്തിനെ സംബന്ധിച്ച് CBSE റിസോഴ്സ് പേഴ്സൺ എന്ന് ഞങ്ങൾക്ക് പറയാറായിട്ടില്ല. കാരണം ഞങ്ങൾ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമിന്റെ ലോഞ്ചിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന്റെ PRP കഴിഞ്ഞിട്ടില്ല. PRP കഴിഞ്ഞ് നമ്മൾ അത് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ ഒഫീഷ്യലി ആവുള്ളൂ. അപ്പോ ഞാനൊക്കെ പൈലറ്റ് ട്രെയിനിങ്ങിന് ക്ലാസ് എടുത്തു വെച്ചാൽ ഞാനൊന്നും ഇപ്പോഴും CBSE റിസോഴ്സ് പേഴ്സൺ ആണെന്ന് പറയില്ല. അങ്ങനെ പറഞ്ഞ് അഡ്രസ്സ് വെച്ച്, അതായത് ഈ ഒരു ലെസനുകൾ അങ്ങ് മാറിയപ്പോഴേക്കും എല്ലാ വിവരങ്ങളും ഞങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് 100 രൂപ വെച്ച് ക്ലാസ്സുകൾ നടത്താം. പക്ഷെ എന്നാലും ആ ക്ലാസ്സിലൊക്കെ ആധികാരികമായിട്ട് CBSE കത്തിന്റെ ഫോർമാറ്റ് മാറ്റി. അങ്ങനെയാണ് പറയണതേ. അങ്ങനെ അപ്പൊ എന്താ വെച്ചാൽ ഇത് അറ്റൻഡ് ചെയ്യുന്ന ടീച്ചർമാര് നമുക്ക് മെസ്സേജ് എന്നിട്ട് അതാണ് തെറ്റാണ്, മുഴുവൻ തെറ്റാണ്. എന്നിട്ട് ടീച്ചർമാര് വിളിക്കുക. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് 100 രൂപ കൊടുത്തിട്ട് പോണേ? നിങ്ങൾ പോണോണ്ടല്ലേ? ഞാനപ്പോ അത് അവരോട് ചോദിക്കാം. അപ്പൊ നല്ല ടീച്ചർ, ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ തൃശ്ശൂർ സഹോദരിയൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ ടീച്ചർമാരെ ഒരുവിധ സംശയങ്ങളൊക്കെ ഞങ്ങൾ അതിൽ തീർക്കും. അപ്പോഴാണ് ഞാൻ സാറിനോട് ഞാൻ പറഞ്ഞത്, സാർ ഒരു ക്ലാസ് വെച്ചേ പറ്റൂ. കാരണം അത്രയും ബുദ്ധിമുട്ട് തോന്നി. ഞാൻ ഈവൻ ജലീൽ സാറിന്റെ അടുത്ത് സംസാരിച്ചു, നമ്മുടെ സ്റ്റേറ്റ് സഹോദയ ക്ലാസ് വേഗം വെക്കണം. കാരണം ഇത്രയും ഇങ്ങനെ തെറ്റായിട്ടേ അത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് അതിനെ നമ്മള് സത്യത്തിൽ നമ്മുടെ ടീച്ചേഴ്സിനെ തന്നെ നമ്മളെ ഈ വിഷലിപ്തമായ കൈകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട് ഇപ്പൊ ടീച്ചറെ. കാരണം അവർ തെറ്റായ ഇൻഫർമേഷൻ വളരെ ആധികാരികം എന്നുള്ള രീതിയിൽ പറയാം. ആധികാരികതയാണ് അതിൽ ഏറ്റവും പ്രശ്നം. ഭയങ്കര ആധികാരികമായിട്ട് പറയാം. CBSE മാറ്റി, ലെറ്ററിന്റെ ഫോർമാറ്റ് മാറ്റി. ഞാൻ ചോദിച്ചു, എവിടെ മാറ്റി? CBSE അങ്ങനെ മാറ്റി ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അവരങ്ങനെയാണ് പറയണത്. അപ്പൊ ടീച്ചർമാർക്ക് അങ്ങോട്ട് ടെൻഷനാവും. പിന്നെ വിളിയാ ടീച്ചേഴ്സ് മെസ്സേജ്. അപ്പൊ ഞാൻ പറയാം, മാത്രമേ ഉദ്ദേശമുള്ളൂ. അതാണ് അങ്ങനെയുള്ളത് ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള ടീച്ചേഴ്സ് അവരുടെ ഫ്രണ്ട്സിനോട്, അവിടെയൊക്കെ ഉള്ളവരോട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം നമ്മളൊരിക്കലും ഇവിടെ പൈസ അല്ല ഇവിടെ പ്രശ്നം. നമ്മളെ സംബന്ധിച്ചുള്ള അതിന്റെ ആധികാരികത, സത്യസന്ധത, ഇത് വളരെ പ്രധാനമാണ് ടീച്ചറെ. കാരണം ഇപ്പോ സലാം സാറായാലും ഇത് ചെയ്യുന്നത് ആ ഒരു അതിലാണ്, അല്ലാതെ ഇതിൽ നിന്ന് കിട്ടുന്ന വലിയ സമ്പാദ്യം കൊണ്ടൊന്നും അല്ല. അതൊന്നും ഒരു വിഷയമേ അല്ല. ഇവിടെ നമുക്ക് വേണ്ടത് വളരെ എന്താ പറയാ, സത്യസന്ധമായി മറ്റുള്ളവരെ CBSEയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുക, ലെസൺസ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഏതൊക്കെ രീതിയിൽ അത് കൊണ്ടുപോകണം എന്ന് അവർക്ക് എന്താ പറയാ, അവരെ അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ മറ്റേ നടക്കുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്, അവിടുത്തെ ക്ലാസ്സുകൾ എന്നിട്ട് പ്രശ്നമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ആൾക്കാരെ വിളിക്കുന്നുണ്ട്. അപ്പൊ അതാ രസം. പറഞ്ഞാൽ അവർക്ക് തന്നെ ബോധ്യമായി തുടങ്ങിയത്. അതാണ് അതിന്റെ എന്താ പറയാ നല്ലൊരു മാറ്റം. എന്തായാലും നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഈ ക്ലാസ് കണ്ട എല്ലാവർക്കും ബോധ്യപ്പെട്ടുണ്ടാവും അതിന്റെ ആധികാരികത. അപ്പൊ അവരൊരു തീരുമാനം എടുക്കട്ടെ. ലോജിക് ഈസ് അപ് ടു ദം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ശുഭരാത്രി എവരിബഡി. ഗുഡ് നൈറ്റ് മാം. ഒരിക്കൽ കൂടി താങ്ക്സ്. മോഹൻദാസ് സാർ, ബിജു സാറോട് ഇല്ലെങ്കിലും സാറിന് സലാം സാറിന്. ഓക്കെ, സലാം. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്.